ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. ഏറെ ബഹുമാന്യരായ KNMന്റെ നേതാക്കളെ, കാരണവന്മാരെ, മഹത്തായ ഈ സംഗമത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും ഈ പരിശ്രമവും അവൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ ദീനിന്റെ മജ്ലിസിൽ സംബന്ധിക്കുന്നത് പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിനീതരായ ദാസന്മാർക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശുദ്ധമായ റമളാൻ നിരവധി സൗഭാഗ്യങ്ങളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പതിവ് പോലെ വളരെ വേഗത്തിൽ അത് നമ്മിൽ നിന്ന് വിട പറയുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ നിഅമത്ത്, അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് വിധേയമാകാൻ അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തത്, ഇതെല്ലാം നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നാം അനുഭവിച്ച ഈ നിഅമത്ത് അതേത് രൂപത്തിലാണ് നാം ഉപയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ച ചോദ്യം അത് നിസ്സാരമല്ല, ചെറിയ കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുർ എന്നൊരു അധ്യായത്തിൽ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ലതറവുന്നൽ ജഹീമ ثم لترونها عين اليقين
ثم لتسألن يومئذ عن النعيم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ഒരു അനുഭവം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരുച്ച നേരത്ത് കിടന്നിട്ട് കിടപ്പ് കിട്ടാതെ വിശന്നൊട്ടിയ വയറുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും മൂന്ന് പേർക്കും ഒരേ അവസ്ഥയായിരുന്നു അന്ന്. നബി ആദ്യം വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്താണ് അബൂബക്കറെ ഈ വഴിയിലെന്ന് ചോദിക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇറങ്ങിയതാണ് എന്ന് കൂട്ടുകാരനോട് പറയുന്ന നേരത്ത് ഞാനും അതേ അവസ്ഥയിൽ തന്നെയാണ്, നമുക്കൊന്നിച്ച് വിശപ്പകറ്റാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാം എന്ന് പരസ്പരം പറഞ്ഞു മുന്നോട്ടു പോയി. ആ പോക്കിലാണ് മൂന്നാമനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ആ രണ്ടുപേരും ഉമറിനോട് ചോദിക്കുകയാണ്, എന്തേ ഉമറെ ഈ നേരത്തിവിടെ? ഉമർ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇറങ്ങിയതാണ് എന്നാണ്. ആ മൂന്നാളുകളും മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ നേരത്ത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്ന വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിൽ ചെന്നപ്പോൾ വളരെ സന്തോഷമായി വീട്ടുകാരന്. അവരവിടെ ഇരുത്തി. ആദ്യം അവർക്ക് വേണ്ട ചെറിയ വെള്ളവും ഈത്തപ്പഴങ്ങളുമെല്ലാം നൽകി. അതിനുശേഷം നല്ല ഭക്ഷണമുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ, ആ പ്രവാചകന്റെ അനുചരന്മാർക്ക് മുന്നിൽ വെച്ചുകൊടുത്ത നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് കണ്ട് കൂടെയുണ്ടായിരുന്നവർ ചോദിക്കുകയാണ്, എന്തു പറ്റി പ്രവാചക, എന്ത് സംഭവിച്ചു, എന്താണ് കാര്യം, എന്തേ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഈ ഉച്ചനേരത്ത് ഒരു നേരത്തെ ആഹാരം അന്വേഷിച്ച് പുറത്തിറങ്ങി അവസാനം ഇവിടെ എത്തി, നമ്മുടെ മുന്നിൽ ഇതാ നമുക്കുള്ള അന്നമെത്തിയിരിക്കുന്നു. അതിനെന്തിനാണ് അങ്ങ് പ്രവാചക കരയുക, എന്തിനാണ് അതിന് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത വചനമാണ്, ലതറവുന്നൽ ജഹീമ ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. ആ ദിവസം നമ്മുടെ മുന്നിൽ നരകം കൊണ്ടുവന്ന് നിർത്തപ്പെടുന്ന സമയമാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം يومئذ يتذكر الإنسان وأنى له الذكرى. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നരകം വലിച്ചുകൊണ്ടുവന്ന് മുന്നിൽ നിർത്തി. ആ നരകത്തിന്റെ മുന്നിൽ നിന്ന് ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, കണ്ണുകൊണ്ട് നേർക്കുനേരെ നരകം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, മനുഷ്യരെ നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളെ സംബന്ധിച്ച് രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ലതുസ്അലുന്ന എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവോട് പ്രയോഗിച്ച പ്രയോഗം. എന്ന് പറഞ്ഞാൽ നിസ്സംശയം നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അനിന്നഈം, ഒരു മനുഷ്യായുസ്സിൽ മനുഷ്യൻ നേടിയെടുത്ത അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിച്ച മനുഷ്യന് നൽകപ്പെട്ട നിഅമത്തുകളെ കുറിച്ച് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകും. ഇത് കേട്ടപ്പോ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചക, അതിന് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, വിചാരണ ചെയ്യാനും നിഅമത്തുകളെ കുറിച്ച് ചോദിക്കാനുമൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും നിഅമത്ത് ഉണ്ടെങ്കിലല്ലേ? കാരണം അവർ മുഴുപ്പട്ടിണിയിൽ ജീവിച്ചവരാണ്, കഷ്ടപ്പെട്ടവരാണ്, അധ്വാനിച്ചവരാണ്. അവരിൽ പലർക്കും ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്നവരാണ്.
ഉടുത്തു മാറ്റാൻ ഒരു തുണി ഇല്ലായിരുന്നു എന്ന് ആലങ്കാരികമായി ഒരു ഭാവന എന്ന നിലക്ക് പറയല്ല. നേരെ മറിച്ച് അക്ഷരാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കരുത്. അപ്പൊ ചിലർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു വസ്ത്രമേയുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, ആ ഒറ്റ വസ്ത്രം കൊണ്ടെങ്കിലും നിങ്ങൾ പെരടി മറക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ അഖിദി ഉസ്രിഹിം അലാ അഅനാഖിഹിം മിഥല സുബിയാൻ, ചെറിയ മക്കൾ അവർ മുണ്ട് കെട്ടുന്നത് പോലെ അവർ ഉടുത്ത തുണിയെടുത്ത് കഴുത്തിൽ കെട്ടിവെച്ചു എന്നാണ്. ആ ഉടുത്ത തുണി അഴിച്ച് കഴുത്തിലേക്ക് കെട്ടിയിട്ട് അങ്ങനെ നിസ്കരിച്ചു എന്നാണ്. സ്വാഭാവികമായും ആ ചെറിയ വസ്ത്രം അവർ സുജൂദിൽ പോകുന്ന നേരത്ത് പുറകിലുള്ള ആളുകൾക്ക് അവരുടെ നഗ്നത വെളിവാകുന്ന രൂപത്തിൽ പോലും അത്ര ചെറുതായ രൂപത്തിലായിരുന്നു അവരുടെ വസ്ത്രം ഉണ്ടായിരുന്നത് എന്ന് പോലും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ജീവിച്ച സ്വഹാബത്തിൽ ചില ആളുകൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, വിചാരണ ചെയ്യാനുള്ള നിഅമത്തുകളൊന്നും ഞങ്ങൾക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ലേ എന്ന അർത്ഥത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2 അസ്വദുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? 2 അസ്വദ് എന്ന് പറഞ്ഞാൽ അതേ നിങ്ങൾ കഴിക്കുന്ന കാരക്കയും നിങ്ങൾ കുടിക്കുന്ന വെള്ളവും, അതാണ് അസ്വദാൻ. ആ വെള്ളവും കാരക്കയും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, വെള്ളമില്ലാത്ത കാരക്കയില്ലാത്ത ഒരാളും ഇവിടെയില്ല, ഞങ്ങൾക്കൊക്കെ അത് കിട്ടുന്നുണ്ട്. എങ്കിൽ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കഴിച്ച കാരക്കയുടെ പേരിൽ ചോദ്യമുണ്ടാകും. നിങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ പേരിൽ, ഒരു റക്ക് വെള്ളത്തിന്റെ പേരിൽ ചോദ്യമുണ്ടാകും. അതാണ് ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന വലിയ നിഅമത്താണ് ഈ റമദാൻ. ഈ റമദാനിൽ നമുക്ക് നൽകപ്പെട്ട അനവധി നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അത് വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, വേണ്ട വിധം അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അതിന്റെ ഉപകാരം നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മുന്നിൽ നിരാശരാകേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തുകളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതൊന്നും റബ്ബ് നമുക്ക് വെറുതെ തന്നതല്ല, നേരെ മറിച്ച് ഇതിനൊക്കെ പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഓരോന്നിനും, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി തന്ന ശരീഅത്ത് നിയമങ്ങൾ എല്ലാത്തിനും കൃത്യമായൊരു പർപ്പസ് ഉണ്ട്. വെറുതെ റബ്ബ് ഒന്നും ചെയ്യില്ല. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ചെയ്യില്ല. അവൻ ഹക്കീമാണ്. ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന റബ്ബിന്റെ ഇസ്മാണ്, അല്ലാഹുവിന്റെ പേരാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അല്ലാഹു അങ്ങേറ്റം അറിവുള്ളവനാണ്. മാത്രമല്ല അവൻ അങ്ങേറ്റം യുക്തിയുള്ളവനാണ്, ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് ഒരു കാര്യവും അല്ലാഹു നമുക്ക് വെറുതെ ഒരു കാര്യമില്ലാതെ നിരർത്ഥകമായി തന്നിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് ഈ നോമ്പ് തന്നതിന്റെ പിന്നിൽ, നിസ്കാരം തന്നതിന്റെ പിന്നിൽ, ശരീഅത്ത് നമുക്ക് തന്നതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായി റബ്ബ് നമുക്ക് നൽകുന്നത് സുഖജീവിതമാണ്. കൃത്യമായ ലക്ഷ്യമുണ്ടതിന്. മഖാസിദു ശരീഅ എന്നാണ് അറബിയിൽ അതിന് പറയുക. ശരീഅത്തിന്റെ പർപ്പസ്, ഇതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിഫ്ളുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് നമുക്ക് തന്നതിന്റെ പിന്നിൽ ഒന്നാമത്തെ ലക്ഷ്യം, അതിന്റെ മഖാസിദുകളിൽ ഒന്നാമത്തത് ഹിഫ്ളുദ്ദീൻ, നമ്മുടെ ദീനിന്റെ സംരക്ഷണമാണ്. ദീനിന്റെ ഹിഫ്ളാണ്. ദീനിന്റെ ഹിഫ്ള് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്കിത് മനസ്സിലാകും. നമ്മുടെ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇന്ന് നഷ്ടപ്പെട്ടത് പണമല്ല, സമ്പത്തല്ല, പ്രതാപമല്ല, നേരെ മറിച്ച് ദീൻ. അതാണ് ആദ്യം ഊരപ്പെട്ടു പോകുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവൻ ശരീഅത്ത് പ്രവാചകന്മാരിലൂടെ തരുമ്പോ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം ഹിഫ്ളുദ്ദീൻ, ദീനിന്റെ സംരക്ഷണമാണ്.
ദീൻ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി രണ്ട് കാര്യം, ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്തിബാ. അതാണ് ദീൻ. ഇഖ്ലാസും ഇത്തിബാഉം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി മാത്രം, അല്ലാഹുവിന് വേണ്ടി മാത്രം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് വെറും വാക്കല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ അല്ലാഹു ലോകത്തെ കേൾപ്പിച്ച വചനമാണ്. ഏതൊരു വിശ്വാസിയും അവന്റെ നെഞ്ചകം കൊണ്ടേറ്റെടുക്കുന്ന വചനമാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരമാകട്ടെ, ബലികർമ്മമാകട്ടെ, എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിനുള്ളതാണ്, റബ്ബിനാണ്, റബ്ബിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അത്തഹിയാതു അൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ തിരുമുൽക്കാഴ്ചകളും, എല്ലാ വിശിഷ്ടമായതും അനുഗ്രഹീതമായ സർവ്വതും ലില്ലാഹി, അല്ലാഹുവിനാണ്. ഇതൊരു നിലപാടാണ്. ഈ ഒരു നിലപാട് ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ സ്വീകരിച്ചോ അവൻ ദുനിയാവിലെ സ്വർഗത്തിലാണ്, ഇഹത്തിലെ സ്വർഗത്തിലാണ് അവൻ. അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ദീനിൽ സൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഥവാ പച്ചയായ, കറയില്ലാത്ത, അഴുക്കുപുരളാത്ത, വൈകല്യമില്ലാത്ത, ഹനീഫിയത്തുള്ള യഥാർത്ഥമായ തൗഹീദ്, അല്ലാഹുവിനെ മാത്രമാക്കൽ, റബ്ബിനെ മാത്രമാക്കൽ, നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹുവിനെ മാത്രമാക്കൽ. നോമ്പിന്റെ പ്രത്യേകത, നോമ്പ് നമ്മെ ശീലിപ്പിച്ചതാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ, അല്ലാഹു അഅലം, അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ്. പ്രകടനപരത ഒരിക്കലും സാധ്യമല്ലാത്ത ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യൻ ആദമിന്റെ മക്കൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അത് അവർക്ക് തന്നെയുള്ളതാണ്. ഇല്ല സൗം, നോമ്പൊഴികെ. അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. അപ്പോൾ പ്രകടനപരതയില്ലാതെ, റിയാ ഇല്ലാതെ ഒരു ഇബാദത്ത് നിർവഹിച്ച് പരിശീലനം നേടുകയാണ്. അപ്പോ ദീനിൽ ഒന്നാമത്തത് ഇഖ്ലാസ്, അതോടൊപ്പം തന്നെ രണ്ട് ഇത്തിബാ. ഇത്തിബാ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും സംസർഗത്തിലും അതുപോലെ തന്നെ ഇടപാടുകളിലും കുടുംബജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും സർവ്വതിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോഡലായി കാണിച്ചു തന്ന വ്യക്തിത്വം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും ഉന്നതമായ ഉദാത്തമായ മാതൃകയായ പ്രവാചകൻ, ആ നബി ഇത്തിബാ ചെയ്യുക. ഇതിന് നമുക്ക് കൃത്യമായി അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ഒരു ഫ്രെയിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചു തരികയാണ് ശരീഅത്തിലൂടെ. അപ്പൊ ഹിഫ്ദുദ്ദീൻ, ദീൻ അതിന്റെ സംരക്ഷണമാണ് ശരീഅത്തിന്റെ ഒന്നാമത്തത്. അപ്പൊ ദീൻ അത് ജീവിതത്തിൽ എല്ലായിടത്തും മരിക്കുന്നത് വരെ പാലിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഹിഫ്ദുൻ നഫ്സ്. എന്തിനാണ് അല്ലാഹു ഇതെല്ലാം നമുക്ക് തരുന്നത്, നിർദ്ദേശങ്ങൾ തരുന്നത്, ദീൻ തരുന്നത്, ഖുർആൻ തരുന്നത്, സുന്നത്ത് തരുന്നത്? അതിന്റെ രണ്ടാമത്തെ പർപ്പസ് മറ്റൊന്നുമല്ല, ഹിഫ്ദുൻ നഫ്സ്. ഒരു മനുഷ്യന്റെ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്ത്, ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അത് നിലനിൽക്കണം. അത് ദീനിന്റെ താല്പര്യമാണ്, ഇസ്ലാമിന്റെ താല്പര്യമാണ്. എപ്പോഴും രോഗിയായി കുഴഞ്ഞു നടക്കാനല്ല അല്ലാഹു പറഞ്ഞത്, നേരെ മറിച്ച് ആരോഗ്യമുള്ളവനായി ജീവിക്കണം. ആരോഗ്യമെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലും ആരോഗ്യം വേണം. മാനസികമായ ആരോഗ്യം വേണം. ഇത് നമുക്കുണ്ടോ? നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഈ ഏറ്റവും പ്രതാപമുള്ള എല്ലാ ടെക്നോളജികളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ആരോഗ്യമുണ്ടോ, ശാരീരിക ആരോഗ്യമുണ്ടോ? രണ്ടും നഷ്ടപ്പെട്ടു. മനുഷ്യൻ ആരോഗ്യമില്ലാത്തൊരു സമൂഹമായി മാറി. ദീൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തെ വളർത്തിയപ്പോൾ ആദ്യം അവിടുന്ന് ഒഴിവായത് ഹോസ്പിറ്റലുകളാണ്. എനിക്കത് അറിയാത്തതല്ല. ലോകത്ത് ആദ്യമായ കാലഘട്ടത്തിലെ പേർഷ്യൻ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി മെഡിക്കൽ സംവിധാനങ്ങളെ ഏറ്റവും പ്രായോഗികമായി അപ്ഡേറ്റായി ഉപയോഗിച്ച ആളാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു പഠനമാണ്. സഞ്ചരിക്കുന്ന ഹോസ്പിറ്റൽ ലോകത്താദ്യമായി സമൂഹത്തിന് സമർപ്പിച്ച ആളാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊബൈൽ ഹോസ്പിറ്റൽ, മൊബൈൽ ഡിസ്പെൻസറികൾ ലോകത്തിന് കാഴ്ചവെച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വളരെ വലിയ പഠനങ്ങളുണ്ട്, ഞാനതിലേക്ക് പോവുകയല്ല. പക്ഷേ അത് സമൂഹത്തിൽ ആവശ്യം കുറവായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡോക്ടറെ അഥവാ ഒരു ബിഷഗ്വരനെ, ഒരു വൈദ്യനെ സമ്മാനമായി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ ആരോഗ്യമുള്ള ശരീരം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലായി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ആദ്യമായി റിസാലത്ത് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക പ്രവാചക. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചക, ഖും എഴുന്നേക്ക്. ഹിറയിലെ ജബലുന്നൂറിലെ ഹിറയിൽ നിന്ന് ജിബ്രീലിന്റെ വാക്കുകൾ കേട്ട് ആദ്യമായി ഇറങ്ങി ഓടിയ പ്രവാചകൻ പുതച്ചു മൂടിക്കിടക്കുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് ആദ്യമായി പറഞ്ഞ വാചകം തന്നെ ഖുമില്ലയിൽ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, രാത്രി നിസ്കാരം നിർവഹിക്കുക. എന്തിനാ രാത്രി നിസ്കരിക്കുന്നത്? രാത്രി നിസ്കരിച്ചാലുള്ള മെച്ചം എന്താണ് എന്ന് വിശദീകരിച്ചു വരുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. നല്ല വത്ത് കിട്ടും എന്നാണ്. അതിന് പണ്ഡിതന്മാർ വളരെ വലിയ റിസർച്ചബിളായ വലിയൊരു വിഷയമാണത്. എന്ന് വെച്ചാൽ മനുഷ്യർക്ക് വത്ത് എന്ന് പറയുമ്പോ അവന്റെ ചിന്താപരമായ ഔന്നിത്യം മാത്രമല്ല, ശാരീരികമായ അവന്റെ വെൽത്ത്, ഇത് കൃത്യമായി രാത്രി നിസ്കാരം കൊണ്ടൊരു മനുഷ്യന് നേടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ആ രാത്രിയിലെ നിസ്കാരം നിങ്ങൾക്ക് നല്ല കരുത്തുണ്ടാക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾ സ്റ്റേബിളായ, അങ്ങേറ്റം അർത്ഥവത്തായ, സമ്പുഷ്ടമായ, ചിന്താപരമായ, ഇന്റലക്ച്വലായ സംസാരം നിങ്ങൾക്ക് സാധ്യമാകും രാത്രിയിൽ നിങ്ങൾ നിസ്കരിച്ചാൽ. അവിടുന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം നിങ്ങളുടെ വയറാണ്. റസൂൽ പറയാണ്, നബി പഠിപ്പിക്കുകയാണ്, റസൂൽ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വൈദ്യശാസ്ത്രത്തിന്റെ 2/3 ഉള്ള ഒറ്റ വചനം, വിശുദ്ധ ഖുർആനിലെ വചനം, ആ വചനം എന്ന രൂപത്തിൽ പഠിപ്പിച്ചു പിൽക്കാലഘട്ടത്തിൽ. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക, പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ അമിതമായി ഭക്ഷിക്കരുത്. അപ്പൊ ഭക്ഷണ കാര്യത്തിൽ ദീനിന്റെ താല്പര്യം അതെന്തിനാണ്? നിങ്ങളുടെ ആരോഗ്യം, ഹിഫ്ദുൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിന്റെ സുഖം, മനസ്സിന്റെ ആരോഗ്യം. ആ മനസ്സിന്റെ ആരോഗ്യം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിലുള്ള ദിക്റാണ്, റബ്ബിലുള്ള ദിക്റാണ്. നമുക്കറിയാം ആധുനിക സമൂഹം ഡിപ്രഷൻ അടിച്ച് ആൻസൈറ്റിയിൽ കഴിയാണ്. നമ്മുടെ മക്കൾ, ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിരവധി കുട്ടികൾ ഇവിടെ ഉണ്ട്, നിരവധി മക്കളുണ്ട്. അത് KG മുതൽ, അഥവാ ചെറിയ 3 വയസ്സ് പ്രായമുള്ള മക്കൾ മുതൽ 20ഉം 22ഉം വയസ്സുള്ള PG ലെവലിൽ പഠിക്കുന്ന മക്കൾ വരെയുള്ള ഒരു സ്ഥാപനം. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാം ഈ മക്കൾ അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഉമ്മയുടെ പ്രശ്നം, വാപ്പയുടെ പ്രശ്നം, അനുജന്റെ പ്രശ്നം, അനിയത്തിയുടെ പ്രശ്നം, ഓരോ കുടുംബങ്ങളിലും നിറഞ്ഞാടുന്ന വിഷയങ്ങൾ. അത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നേരെ മറിച്ച് വലിയ വലിയ ആളുകളെന്ന് കരുതുന്ന, വലിയ സ്റ്റാറ്റസ് ഉള്ള, പ്രൊഫൈലുള്ള ആളുകൾ പോലും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ. എന്താണ് ഇതിന് പരിഹാരം? നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ തെരഞ്ഞെടുക്കുന്ന വിഷയം തന്നെ സൈക്കോളജിയാണ്. നല്ല സ്കോപ്പാണ്. ആ രൂപത്തിൽ അത്രമാത്രം മെന്റലി തകർന്നുപോയ, മാനസികമായി തകർന്നുപോയ വ്യക്തിത്വങ്ങൾ, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, ഒരു പവറും ഇല്ല, എന്ത് ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ പോയിട്ട് കെട്ടിത്തൂങ്ങുക, ആത്മഹത്യ ചെയ്യുക. മാനസികമായ ബലമില്ലാതെ പോയ മനുഷ്യർ, അത് ചെറിയ ആളുകളൊന്നുമല്ല. ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു ഉദാഹരണം, എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ഉദാഹരണം. കൂടെ വന്നൊരു സുഹൃത്തിന് ഒരു ചെറിയ പ്രയാസം ഉണ്ടായപ്പോ, വിദേശത്ത് വെച്ചൊരു പ്രയാസം ഉണ്ടായപ്പോ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ വരാം. അപ്പൊ കൂടെ പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞ് എന്റെ കൂടെയുള്ള മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ വിളിച്ച് ഡോക്ടറെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. നാളെ രാവിലെ വിളിച്ചോ, പ്രശ്നമില്ല, നമുക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് സംസാരിച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫോൺ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹം കൗതുകത്തോടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു.
തലേന്ന് ബുക്ക് ചെയ്യാൻ വിളിച്ച ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ജോർജ് എബ്രഹാം എന്ന പേരിൽ അറിയപ്പെട്ട ഡോക്ടർ. അദ്ദേഹത്തിന്റെ സാലറി പോലും 1 കോടിയോളം അടുത്താണ് അദ്ദേഹത്തിന്റെ സാലറി, മാസാമാസം വാങ്ങുന്ന സാലറി. 4000-ലധികം കിഡ്നി അദ്ദേഹം മാറ്റിവെച്ചു, സർജറി ചെയ്തു എന്നാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി എറണാകുളം ജില്ലയിലെ വലിയ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 1000-ഓളം വരുന്ന ഡോക്ടർമാർ കൂടിയിട്ട് ഇദ്ദേഹത്തെ ആദരിക്കാൻ വലിയ പവലൈനുകളും സ്റ്റേജും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തത്. നോക്കൂ, സമ്പത്തുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്, ഡോക്ടറാണ്, ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തിയ ആളാണ്. പക്ഷേ മാനസിക ബലമില്ല. ഒരു മുസ്ലിം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഒരു മുഅ്മിനാണോ അയാൾ ആത്മഹത്യ ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത ദീനിന്റെ പ്രത്യേകത അതാണ്. കാര്യം അവനെ മാനസികമായും ശാരീരികമായും അവനെ ഉയർത്തി നിർത്തുക എന്ന ഒരു ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനിനുണ്ട്, പടച്ചവന്റെ ദീനിനുണ്ട്. അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യതയുണ്ട് അല്ലാഹുവിന്റെ ദീനിന്. ഇതാണ് ദീനിന്റെ 2ാമത്തെ ലക്ഷ്യമെങ്കിൽ 3ാമത്തെ ലക്ഷ്യം ഹിഫ്ദുൻ നസൽ, കുടുംബത്തിന്റെ സംരക്ഷണമാണ്, കുടുംബ വ്യവസ്ഥയുടെ സംരക്ഷണമാണ്. കുടുംബ വ്യവസ്ഥയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമില്ല. നേരെ മറിച്ച് ഏറ്റവും ആധുനികമാണ് വിവാഹം എന്നുള്ളത്. ഏറ്റവും ആധുനികമാണ് വിവാഹം എന്നുള്ളത്, കൂട്ടുകുടുംബം എന്നുള്ളത്, കുടുംബജീവിതം എന്നുള്ളത്. ആ കുടുംബജീവിതം ഏറ്റവും ആധുനികമാണ് എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് കുടുംബജീവിതം അതിന്റെ മഹത്വം മറന്നുപോവുകയാണ്. മനുഷ്യർ ജാഹിലിയത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പരിശോധിച്ചാൽ 1992 നോബൽ പ്രൈസ് നേടിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് എ ട്രീറ്റസ് ഓൺ ദ ഫാമിലി എന്നാണ്. ആ പുസ്തകം എഴുതി ഗാരി ബക്കർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ഗാരി ബക്കർ എഴുതിയ എ ട്രീറ്റസ് ഓൺ ദ ഫാമിലി എന്ന പുസ്തകത്തിനാണ് 1992 നോബൽ സമ്മാനം കിട്ടിയത്. എന്താണ് ആ വിഷയം, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫാമിലി സിസ്റ്റം എക്കോണമിയെ, നമ്മുടെ സാമ്പത്തിക രംഗത്തെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊരു റിസർച്ചാണത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പോലും എക്കോണമിക്കൽ സിസ്റ്റത്തെ എങ്ങനെയാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനം താങ്ങി നിർത്തുന്നത് എന്ന് വളരെ ആധികാരികമായി പഠിച്ചവതരിപ്പിച്ച് 92 ആ പുസ്തകത്തിന് നോബൽ പ്രൈസ് നേടിയെങ്കിൽ, കുടുംബം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടെ നമ്മെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇന്ന് പയ്യെ നമ്മുടെ സമൂഹത്തിൽ ദീൻ ഊരപ്പെട്ടപ്പോ കുടുംബ ബന്ധങ്ങളില്ലാതെ പോകുന്നു. വിവാഹങ്ങൾ പോലും നമ്മുടെ മക്കൾ നിഷേധിക്കുന്നു. അവർക്ക് വിവാഹം വേണ്ടെന്ന്, അതൊക്കെ ഭാരമാണെന്ന് ആരോ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. ഉമ്മയെ കണ്ടില്ലേ അടുപ്പിന്റെ മൂട്ടില് അത് വലിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? ഉമ്മ വലിച്ചത് ഇവളെ പറ്റിയിട്ടാണ്, ഇവനെ പറ്റിയിട്ടാണ്, ഇവനെ വളർത്തിയിട്ടാണ്. മനസ്സിലാക്കണം, അത് മറക്കുകയാണ്. അപ്പൊ അതൊന്നും എനിക്ക് വേണ്ട, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പുതിയ തലമുറ, ആ പുതിയ തലമുറയ്ക്ക് പുതിയ പേരുകളിട്ട്, നമ്മൾ തന്നെ ഓമന പേരിട്ട് അവർക്കൊരു പുതിയ ലോകം സൃഷ്ടിച്ചു കൊടുക്കുമ്പോ അവർ ആദ്യം മറക്കുന്നത് കുടുംബമാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഹിഫ്ദ്, അതിന്റെ സംരക്ഷണം, അത് നിങ്ങൾ നോക്കൂ. ഓരോന്നിലും നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അതുപോലെ തന്നെ കുടുംബങ്ങൾ, അർഹാമുകൾ, രക്തബന്ധുക്കൾ ആരൊക്കെയാണ്, അവരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് പിണങ്ങിയവരെ ഇണക്കേണ്ടത്, എങ്ങനെയാണ് അകന്നവരെ അടുപ്പിക്കേണ്ടത്. ഇങ്ങനെ വളരെ വിശദമായ ഒരു ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ തീർത്തു തരികയാണ്. അപ്പോ ശരീഅത്തിന്റെ മഖാസിദുകളിൽ ഒന്നാണ് ഹിഫ്ദുൽ നസൽ, കുടുംബത്തിന്റെ സംരക്ഷണം. 4ാമത്തത് ഹിഫ്ദുൽ അഖൽ, ഏതൊരു മനുഷ്യന്റെയും ബുദ്ധിയുടെ സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ. ബുദ്ധി തകർക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്ന ഒന്നിലും ഇടപെടരുത്. മനസ്സിലാക്കണം, അതിൽ പെട്ടതാണ് ലഹരി. പലതിലും അഡിക്റ്റഡ് ആകുന്ന ആളുകൾ, പല രൂപത്തിലും വല്ലാത്ത സംഗീതത്തിന്റെ ലോകത്തിൽ വീണുപോകുന്ന ആളുകൾ, ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി ഇതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്തത്. ലഹരി, മദ്യപിക്കരുത്, കരുന്ത, അത് നിന്റെ ബുദ്ധിയെ തകർക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ബുദ്ധിയെ തകർക്കും. ഓവറായിട്ട് അതേ സംഗീതത്തിന്റെ ലോകങ്ങളിൽ വിഹരിക്കുക, അതിൽ വീണുപോവുക, നിന്റെ ബുദ്ധിയെ തകർക്കും. ദുനിയാവിൽ പൂണ്ടുപോവുക, ബുദ്ധിയെ തകർക്കും.
അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹിഫ്ദുൽ അഖ്ൽ, അവന്റെ ബുദ്ധിയുടെ പ്രൊട്ടക്ഷൻ, അത് അല്ലാഹുവിന്റെ ദീനിന്റെ താല്പര്യമാണ്. മാത്രമല്ല അഞ്ചാമത്തത് ഹിഫ്ദുൽ മാൽ. ഹിഫ്ദുൽ മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ സുരക്ഷിതത്വം. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഹലാലായിരിക്കണം, നമ്മൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം, നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം, നമ്മുടെ മക്കൾ തിന്നുന്നത് ഹലാലായിരിക്കണം. മാത്രമല്ല ഹലാലായ രൂപത്തിൽ സമ്പാദിക്കണം, മടിയന്മാരാകരുത്, പണിയെടുക്കാതിരിക്കരുത്. വളരെ കൃത്യമായി അല്ലാഹു പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ബിസിനസ് ചെയ്യാനാ പറഞ്ഞത്, കച്ചവടം ചെയ്യാനാ പറഞ്ഞത്, ബർക്കത്തുണ്ട് എന്നാ പറഞ്ഞത്. മാത്രമല്ല സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ ആഖിറത്തിൽ എന്നോടൊപ്പം ഇപ്രകാരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത്താജിറുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ ആഖിറത്തിൽ നബിയോടൊപ്പം, പ്രവാചകനോടൊപ്പം ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അമ്പിയാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അധ്വാനിക്കുകയാണ്, പണിയെടുക്കുകയാണ്, അധ്വാനിച്ച് ജീവിക്കുകയാണ്, പണിയെടുത്ത് ജീവിക്കുകയാണ്. അപ്പോ സമ്പാദിക്കണം, സമ്പാദ്യം ഹലാലായിരിക്കണം, ആ സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കണം. അവിടെ ഒരു ഹിഫ്ള്, അതിന്റെ സക്കാത്ത്, അത് ഹറാമിലേക്ക് പോകരുത്. അതിന്റെ സ്വതക്കകള്, മക്കൾക്കുള്ളത്, കുടുംബത്തിനുള്ളത്, മാത്രമല്ല അതേ അവരുടെ ആർക്കൊക്കെയാണ് സമ്പത്തിൽ അവകാശമുള്ളത്, ഇതൊക്കെ അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞപ്പോ ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് തന്ന ദീൻ. ആ ദീൻ സ്വീകരിക്കുന്നതിലൂടെ ബുദ്ധി സംരക്ഷിക്കപ്പെട്ടു, ദീൻ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബം സംരക്ഷിക്കപ്പെട്ടു, ദീൻ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി സംരക്ഷിക്കപ്പെട്ടു, ദീൻ സ്വീകരിക്കുന്നതോടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെട്ടു. അപ്പോ പ്രൊട്ടക്റ്റഡ് ആയ ഒരു സമൂഹം, ആ സമൂഹമായിരിക്കണം യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത്. അതിനാവശ്യമായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. അപ്പൊ ഒരാൾ ഈ വഴിയിലൂടെ പോകുമ്പോ എന്താണ് നേടേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കൾക്കും നൽകിയത്. അതാണ് ഖുർആനിൽ സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗത്ത് പറഞ്ഞത്. വെള്ളിയാഴ്ചകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിരന്തരമായി ഓതിയത്, വെള്ളിയാഴ്ച രാവുകളിലെ ഇശാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓതിയത്. ആ സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. തസ്കിയത്ത്, സംരക്ഷണ, പിന്നെ സംസ്കൃതി നേടിയവൻ, തസ്കിയത്ത് സംസ്കരണം നേടിയവൻ, അവനാണ് വിജയിച്ചത്, അവനാണ് വിജയിച്ചത്. നോമ്പിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് ഈ നോമ്പ് തരേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരാണത്. ഉത്തരം എന്താ കിട്ടേണ്ടത് നോമ്പിലൂടെ? നോമ്പ് നോറ്റിട്ട് എന്താ കിട്ടേണ്ടത്? അതാണ് റബ്ബ് പറയുന്നത്, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് നമുക്കറിയാം, 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്, അങ്ങേയറ്റം സൂക്ഷ്മ ജീവിതം നയിച്ച മഹാനാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അന്നഹു കാന യഅ്മുറു الناس ബിഇഖ്റാജി സദഖത്തിൽ ഫിത്ർ. പരിശുദ്ധമായ റമദാനിന്റെ അവസാന ഭാഗമെത്തുമ്പോ ജനങ്ങളോട് പറയും, ജനങ്ങളെ നിങ്ങൾ ഫിത്ർ സക്കാത്ത് നൽകണേ, ഫിത്ർ സക്കാത്ത് നൽകണേ. ഇത് നമ്മൾ സക്കാത്ത് നൽകാത്ത ആൾക്കാരാ? അല്ല. റമദാൻ മുഴുവൻ സദഖയാണ്, റമദാൻ മുഴുവൻ പിരിവാണ്, റമദാൻ മുഴുവൻ നമ്മൾ ഇതാ കൊടുക്കുകയാണ്. ഇതെല്ലാം കൊടുത്ത് നിൽക്കുന്ന മനുഷ്യരോട് വീണ്ടും എന്ന് പറയണം, എന്ത്? നിങ്ങൾ ഫിത്ർ സക്കാത്ത് നൽകണേ, ഫിത്ർ സക്കാത്ത് നൽകണേ. കാരണം അതേ തത്വഹീറുൽ ലിസായിം, നോമ്പുകാരന്റെ ശുദ്ധിയാണ്, നോമ്പുകാരന്റെ ശുദ്ധിയാണ്. എന്തെങ്കിലും കേടോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശുദ്ധീകരണമാണ്. മാത്രമല്ല വതആമുൽ ലിൽ മസാകീൻ, പാവപ്പെട്ടവനുള്ള അന്നവുമാണ്, പാവപ്പെട്ടവന്റെ അന്നവുമാണ്, നോമ്പുകാരന്റെ ശുദ്ധീകരണവുമാണ്. മഹാനായ ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് റമദാൻ മാസത്തിന്റെ അവസാന ഘട്ടമാകുമ്പോൾ ജനങ്ങളോട് കൽപ്പിക്കുമായിരുന്നു, ഫിത്ർ സക്കാത്ത് നൽകണേ എന്നു. മാത്രമല്ല വയത്ലൂ ഹാദിഹിൽ ആയ, അദ്ദേഹം ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കും ജനങ്ങൾക്ക്. ഈ ആയത്ത് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുക്കുമായിരുന്നു. എന്ത്? ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. സംസ്കരണം സിദ്ധിച്ചവൻ അവനാണ് വിജയിച്ചവൻ, ജീവിതം സക്സസ് ആക്കിയവൻ. അതേ, അവനെ സംബന്ധിച്ചിടത്തോളം വിജയം നേടാൻ കഴിഞ്ഞത് സംസ്കരണത്തിലൂടെയാണ്, ശുദ്ധീകരണത്തിലൂടെയാണ്. ഇതൊരു കഴുകലാണ്, ഇതൊരു കഴുകലാണ്, ഇതൊരു കഴുകലാണ്, ഇതൊരു കുളിയാണ്.
ഇതൊരു കുളിയാണ്. ഈ കുളി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുളിപ്പിക്കുകയാണ്. റബ്ബിന്റെ കുളിപ്പിക്കലാണിത്, അള്ളാഹുവിന്റെ കുളിപ്പിക്കലാണിത്. അത് കുളിപ്പിക്കുവോ? നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഐസ് ബ്രേക്ക് എന്ന് പറഞ്ഞു കരച്ച് വന്നിരുന്നിട്ട് ആ ബലം പിടിച്ചിരിക്കണ്ട. അള്ള കുളിപ്പിക്കുവോ? എന്നാ മിണ്ടാത്തത്? ഉമ്മ കുളിപ്പിക്കുവോ? അള്ള കുളിപ്പിക്കുവോ? അവിടെ ഉറപ്പ് വരുന്നില്ല. ഞാൻ പലരോടും ചോദിച്ചു നോക്കി, അള്ള കുളിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ ബലം പിടിച്ചിരിക്കും. പറഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് എനിക്കറിയാം. അള്ള കുളിപ്പിക്കുവോ? അപ്പൊ ഇങ്ങനൊരു കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇവിടെ വീണ് മരിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീണ് മരിച്ചു എന്ന് വിചാരിക്കും. ഇപ്പൊ അതിന് ഒരുപാട് സാധ്യതയുണ്ട്. ആവശ്യത്തിലേറെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അറിയൂല, സൈലന്റ് അറ്റാക്കിന് നല്ല സാധ്യതയുണ്ട്. നടന്നു പോണ വഴിയിൽ അങ്ങോട്ട് വീഴും. അങ്ങനെ ഇപ്പോ ഇവിടെ ഒരാള് വീണാൽ, നിങ്ങളിൽ ഒരാളോ ഞാനോ വീണു പോയാൽ ആദ്യം ചെയ്യുന്നത് അതെന്താണ്? കുളിപ്പിക്കലാണ്. ആദ്യത്തെ പണി കുളിപ്പിക്കലാണ്. അങ്ങനെ കുളിപ്പിച്ചു. തൊട്ടടുത്ത കടയിൽ നമ്മുടെ കഫൻ പുടവ എത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ കഫൻ തുണി അടുത്ത കടയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പോയിട്ട് കുറച്ച് ഒരു 1000 1200 കൊടുത്ത കഫൻ പുടവ വാങ്ങി വന്നാൽ അതിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഓരോ മനുഷ്യനും ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയാണത്. ഫർള് കിഫായയാണ്, ഫർളായ നിസ്കാരമാണ്. ഫർള് കിഫായത്താണ് ആ നിസ്കാരം. ആ നിസ്കാരത്തിൽ ഇതാ ഓരോ മനുഷ്യനും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് മയ്യത്തിന് വേണ്ടി ഓരോരുത്തരും നടത്തുന്ന ദുആ? എന്താണ് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു. അടുത്തത് വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ്. അല്ലാഹുവേ, ഈ മയ്യിത്തിനെ കുളിപ്പിക്കണേ അല്ലാ. ആര് കുളിപ്പിക്കണം? നീ കുളിപ്പിക്കണം അല്ലാ. ശുദ്ധമായ വെള്ളം കൊണ്ട്, നല്ല തണുത്ത വെള്ളം കൊണ്ട് ഈ മനുഷ്യനെ അല്ലാഹുവേ നീ കുളിപ്പിക്കണേ അല്ലാ. കുളിപ്പിച്ചിട്ടല്ലേ കിടത്തിയത്? നിങ്ങൾ കുളിപ്പിച്ചോ? നിങ്ങൾ കുളിപ്പിച്ചിട്ടല്ലേ കിടത്തിയിരിക്കണേ? മയ്യിത്ത് കുളിപ്പിച്ചോ? ആ കുളിപ്പിച്ച് കഫൻ പുടവയണിയിച്ച് സുഗന്ധമൊക്കെ പൂശി കൊണ്ടുവന്ന് വെച്ച മയ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി. അല്ലാഹുവേ, തണുത്ത വെള്ളം കൊണ്ട് ഈ മനുഷ്യനെ നീ കുളിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു കുളിപ്പിക്കോ? അല്ലാഹു കുളിപ്പിക്കോ? ആരെ? മയ്യത്തിനെ മാത്രമേ അല്ലാഹു കുളിപ്പിക്കുള്ളൂ? ആണോ? മറ്റൊരാള് നമുക്ക് വേണ്ടി പടച്ചോനെ ഇയാളെ നീ കുളിപ്പിക്കണേ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുമ്മ ഗ്സിൽനി ബിൽമാഇ വസ്സൽജി വൽബറദ്. അല്ലാഹുവേ, എന്നെ നീ കുളിപ്പിക്കണേ അല്ലാ, എന്നെ നീ കുളിപ്പിക്കണേ അല്ലാ. റബ്ബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുളിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ പറഞ്ഞു തന്നു. മറുപടി അല്ലാഹു കുളിപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ചില അടിയാന്മാരെ അല്ലാഹു കുളിപ്പിക്കുന്നതാണ്. അത് മരിച്ചതിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിയാറുകളെ കുളിപ്പിക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിയാറിനെ കുളിപ്പിക്കുന്നത്? ഒരു ദാസനെ അല്ലാഹു എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്തഅമലഹു ഖൈറാ. മരണം അടുത്ത സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഒരു സുഹൃതത്തിൽ വ്യാപൃതനാക്കുകയാണ്, ഒരു നല്ല കാര്യത്തിൽ ഏർപ്പെടുത്തുകയാണ്. ഒരു നല്ല കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു പോസ്റ്റ് അയാൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സെക്രട്ടറി പടച്ചവനാക്കിയിട്ടുണ്ടാവും, പ്രസിഡന്റ് അല്ലാഹ് ആക്കിയിട്ടുണ്ടാവും, ഖജാൻജി ആക്കിയിട്ടുണ്ടാവും, നല്ലൊരു പോസ്റ്റ് അല്ലാഹ് തന്നിട്ടുണ്ടാവും. മനസ്സിലാക്കണം, ഒരു പള്ളി വെക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. അവിടുന്ന് ഓടിക്കളയരുത്. അതൊക്കെ അവസരങ്ങളാണ്.
അതൊക്കെ അവസരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് ഉപയോഗിക്കുക. അള്ളാഹു എന്നെ കുളിപ്പിക്കുന്ന രൂപത്തിൽ അതാക്കി മാറ്റുക. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കുളിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആ അമലിനെ ഉപയോഗപ്പെടുത്തുക. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇസ്തഅമലഹു ഖൈറാ. ഒരു നല്ല കാര്യത്തിൽ അള്ളാഹു അവനെ ഏർപ്പെടുത്തും, അവൻ അതിലങ്ങോട്ട് മുഴുകും. ആ മുഴുകുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുളിപ്പിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ, അവൻ വൃത്തിയായി കഴിഞ്ഞാൽ, അവന്റെ ഉള്ളകം ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ദുനിയാവിൽ അവനെ ഇട്ടേക്കൂല. നേരെ അവനെ കൊണ്ടുപോവുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അഴുക്കുമായിട്ടല്ല അള്ളാഹുവിലേക്ക് പോകുന്നത്, കഴുകി കുളിച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി അള്ളാഹു അവനെ കൊണ്ടുപോകും. ദുനിയാവിൽ നിന്ന് അവനെ അള്ളാഹു തിരിച്ചു വിളിക്കും. ഇതാണ് അള്ളാഹുവിന്റെ കുളിപ്പിക്കൽ, റബ്ബിന്റെ കുളിപ്പിക്കൽ. ആ കുളിപ്പിക്കൽ യഥാർത്ഥത്തിൽ സാധ്യമാകണം. ഈ പരിശുദ്ധമായ റമദാൻ, ആ റമദാനിലൂടെ അതിന്റെ അവസാനത്തെത്തുമ്പോ ആ കുളിപ്പിക്കൽ സാധ്യമാകണം. അതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്, സംസ്കരണം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിവിന്റെ ലോകത്തെത്താൻ തന്നെ ഒരുപാട് കാലെടുത്ത ആളുകളാണ്. ഒരുപാട് കാലമെടുത്തു. നമ്മള് ദുനിയാവില് നമ്മൾ ജീവിച്ച് കടന്ന് മുന്നോട്ട് പോയി തിരിച്ചറിവിന്റെ കാലമെത്തിയപ്പോ തന്നെ ഒരുപാട് കഴിഞ്ഞു. പിന്നെ യഥാർത്ഥമായ തൗഹീദും സുന്നത്തും ഒക്കെ എത്തിപ്പിടിക്കാൻ വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടു. ആ രൂപത്തിൽ എത്തുന്നതിന് മുമ്പ് ജീവിതത്തിൽ കടന്നുപോയ, ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കിയ നിരവധി സംഗതികൾ, നമ്മുടെ ഖൽബിനെ പാപക്കറയാക്കി അതിൽ കറുപ്പിച്ചു കളഞ്ഞ ഒരുപാട് സംഗതികൾ, ആ സംഗതികളിൽ നിന്ന് മുക്തനായി പുറത്തു വരാൻ നമുക്ക് കഴിയണം. അതാണ് തസ്കിയത്ത്. എന്ത് പോരായ്മയുണ്ടെങ്കിലും തസ്കിയത്ത്, സമ്പത്തിന്റെ തസ്കിയത്ത്, ശരീരത്തിന്റെ തസ്കിയത്ത്, ഖൽബിന്റെ തസ്കിയത്ത്, ഹൃദയത്തിന്റെ സംസ്കരണം, ഇത് മുഴുവനും സാധ്യമാകണം. കറകളഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ഹൃദയമുള്ളവന് മാത്രമേ ആഖിറത്തിൽ വിജയം കൊടുക്കൂ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല കൂട്ടരെ. ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാം. ദുനിയാവിൽ പൈസ ഉള്ളവനും ജീവിക്കും, ഇല്ലാത്തവനും ജീവിക്കും. പണം ഉള്ളവനും ഇല്ലാത്തവനും ദുനിയാവിൽ ജീവിക്കും. പക്ഷെ ഈ പണം കൊണ്ട് ആഖിറത്തിൽ വിലപേശാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ സാധ്യമല്ല. യൗമലാ യൻഫഉ മാലു വലാ ബനൂൻ. സമ്പത്തും സന്താനവും ഉപകരിക്കാത്ത ദിവസമാണെന്ന്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ്, ആ ഖൽബുമായി മാത്രം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവന് അവന് മാത്രം രക്ഷയുള്ള ദിവസമാണെന്ന്. അപ്പൊ ഖൽബിന്റെ സലാമത്ത്, ഹൃദയത്തിന്റെ സലാമത്ത് അത് കൃത്യമായി സാധ്യമാക്കണം. അത് വെറുതെ കിട്ടുന്നതല്ല, വെറുതെ കിട്ടുന്നതല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ലഭിക്കുന്നതാണ് ഹൃദയത്തിന്റെ ജീവൻ, ഖൽബിന്റെ ജീവൻ. ഖൽബിന്റെ ജീവൻ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. നേരെ മറിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദിക്ർ ഇല്ലാതെ പോയാലോ അവൻ മരിച്ചവനാണ്, ചത്തവനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചത്തുപോകുന്നത് ഒരു പക്ഷേ അവൻ രണ്ടുകാലിൽ നടക്കുന്നവനായിരിക്കും, രണ്ടുകാലിൽ ഓടുന്നവനായിരിക്കും, ചാടുന്നവനായിരിക്കും. പക്ഷേ അവന്റെ ഖൽബ് ചത്തുപോയി. ഇതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം പല രൂപത്തിൽ സംഭവിക്കാറുണ്ടല്ലോ. മരണത്തിന് പല അവസ്ഥകളുണ്ടല്ലോ. ഫിസിക്കലായി തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആളുകളുണ്ട്, മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞാൽ ആൾക്ക് ജീവനുണ്ട്, പക്ഷെ ആള് മരിച്ചു. കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഡെഡായി. അങ്ങനെ ആളുകളുണ്ട്. ഇതുപോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖൽബ് മരിച്ചു പോയ ആളുണ്ട്. ആള് ചിരിക്കുന്നുണ്ടാകും, നടക്കുന്നുണ്ടാകും, കളിതമാശ പറയുന്നുണ്ടാകും, ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, പക്ഷെ ആള് മരിച്ചയാളാണ്. അയാളുടെ ഖൽബ് മരിച്ചുപോയി. ഫൽസിയാനു ദിക്രില്ലാഹി മൗതു ഖുലൂബിഹിം വഅജ്സാമുഹും ഖബലൽ ഖുബൂരി ഖുബൂറു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദിക്ർ മറന്നുപോയവനാണ്. ദിക്ർ വരുന്നില്ലേ നാവിൽ? ദിക്ർ നാവിൽ വരുന്നില്ലേ? ദിക്ർ ചിന്തയിൽ വരുന്നില്ലേ? എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിന്റെ ഖൽബ് ഡെഡാണ്, ഹൃദയം ചത്തുപോയിരിക്കുന്നു.
ഫനസിയാനു ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ അത് മറന്നു പോവുക എന്ന ഒരു അസുഖമുണ്ട് എങ്കിൽ അറിഞ്ഞുകൊള്ളുക. ഫമൗതൂ ഖുലൂബിഹിം, അവരുടെ ഖൽബ് ചത്തുപോയിരിക്കുന്നു, മരിച്ചുപോയിരിക്കുന്നു. വഅജ്സാമുഹും ഖബലൽ ഖുബൂരി ഖുബൂറു, അവരുടെ ശരീരം ഖബറിലെത്തുന്നതിന് മുമ്പ് തന്നെ ഖബറിലായി പോയി. ഖബറിലാകാൻ കുഴിച്ചിടണമെന്നില്ല. ലെനിന്റെ ശരീരം വർഷങ്ങളോളം ഈ അടുത്തങ്ങണ്ടാണ് സംസ്കരിച്ചു എന്നറിയില്ല, ഈ അടുത്താണ് അതിനെപ്പറ്റി സംസാരം ഉണ്ടായത്. ലെനിന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചു നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ. അവർക്ക് പരലോകമോ പടച്ചവനൊന്നില്ല എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായി അവർ കൊണ്ട് നടന്ന ലെനിൻ, അദ്ദേഹത്തിന്റെ മൃതശരീരം വർഷങ്ങളോളം ഏതോ നൂറ്റാണ്ടിൽ മരിച്ചയാളാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖബറിലില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ശരീരമുണ്ട്, പക്ഷെ അദ്ദേഹം ഖബറിലാണ്. ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്, അവർ ചത്തുപോയി, അവർ ഖൽബ്. ഖുർആൻ അതിനെ വരച്ചു വെച്ചു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില ആളുകളുടെ ഖൽബിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്. കല്ലാ, വേണ്ട. ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബ് റാൻ ബാധിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ പ്രഗൽഭ താബിആയ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്, റാൻ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, ഖൽബിന് റാൻ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതേ മൗത്തുൽ ഖുലൂബ്, ഹൃദയം മരിക്കലാണ്, ഹൃദയം ചത്തുപോകലാണ്. ജീവിച്ചിരിക്കുന്ന ആടെ ഖൽബ് ചത്തുപോകലാണ്. മനസ്സിലാക്കണം. ആ ഖൽബിനെ ജീവിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് ദിക്റുള്ളയാണ്, അല്ലാഹുവിന്റെ ദിക്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മതലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മതലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവനും ദിക്ർ ചെയ്യാത്തവനും തമ്മിലുള്ള ഉപമ, ഒരാള് ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റേയാള് മയ്യിത്താണ്, മരിച്ചവനാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവൻ ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റേയാളോ മരിച്ചവനാണ്. അതുകൊണ്ട് ഖുർആൻ അത് വളരെ ആലങ്കാരികമായി നമുക്ക് പറഞ്ഞു തന്നു. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഒരുപാട് ആശയങ്ങൾ അല്ലാഹു ഒറ്റ ആയത്തിൽ സൂറത്തുൽ ഫാത്തിറിലെ 22-ാമത്തെ വചനത്തിൽ പറഞ്ഞു തരികയാണ്. എന്തേ പറഞ്ഞത്? വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും സമമല്ല. ഹയ്യുള്ളവനും ജീവനുള്ളവനും അതുപോലെ തന്നെ മരിച്ചുപോയവനും സമനല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഓ പ്രവാചക, താങ്കൾ ഒരിക്കലും മരിച്ചവരെ കേൾപ്പിക്കുകയില്ല. നബിയെ, നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചുപോയ ആളുകൾ മാത്രമല്ല വിഷയം. ഇവിടെ റസൂൽ പറഞ്ഞോട് അല്ലാഹ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ചില ആളുകളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്, സുവിശേഷം പറയുകയാണ്, തബ്ശീർ ചെയ്യുകയാണ്, ഇൻദാർ ചെയ്യുകയാണ്. പക്ഷെ അവർ കേൾക്കുന്നില്ല. അപ്പോൾ അല്ലാഹ് പറയുന്നത്, എടോ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയോ? ഇല്ല. അതുപോലെ ഈ ഇരുകാലികളെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അവരുടെ ഖൽബ് ചത്തുപോയി, ഹൃദയം ചത്തവരാണവർ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്ന സംഗതിയാണെങ്കിൽ, വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അല്ലാഹ് ജീവിതം തന്നതുപോലും ദിക്റിനാണ്, വേറൊരു പണിയില്ല. ബാക്കിയൊക്കെ നമ്മൾ വെറുതെ ലോഡ് എടുത്തതാണ്, നമ്മൾ വരുത്തി വെച്ചതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ലളിതമായ ജീവിതമാണ് അല്ലാഹു നമുക്ക് തന്നത്. ഏറ്റവും ലളിതമായ, ഏറ്റവും അപ്ഡേറ്റഡ് ആയ സൈക്കോളജി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആവർത്തിച്ച് മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ ജീവിതം വളരെ ലളിതമാണ്, ഈസിയാണ്. ലൈഫ് ഈസ് വെരി ഈസി എന്നിങ്ങനെ ടാഗ് ലൈൻ എഴുതി കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്. ജീവിതം ഈസിയാണ്. ജീവിതം ഈസിയാണ്. നിങ്ങൾ സമ്മതിക്കോ? ജീവിതം ഈസിയാണോ? നിങ്ങൾ പറയും, പ്രായമുള്ള ആൾക്കാരൊക്കെ ജീവിതം വെളുപ്പാണോ? ആണോ? പക്ഷേ അപ്ഡേറ്റഡ് സൈക്കോളജി പറയുന്നു, ലൈഫ് ഈസ് വെരി ഈസി, ജീവിതം വളരെ ലളിതമാണ്. പക്ഷെ ഒരു മനുഷ്യൻ സമ്മതിക്കുന്നില്ല, ജീവിച്ച ആൾക്കാരെ സമ്മതിക്കുന്നില്ല. എന്ത്? ഇത് എളുപ്പമാണെന്ന് സമ്മതിക്കണില്ല. ഇനി ഈ വിഷയത്തിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? ജീവിതം ബുദ്ധിമുട്ടാണെന്നാണോ? ജീവിതം ബുദ്ധിമുട്ടെന്നാണോ അല്ലാഹ് പറഞ്ഞത്? അബസ, സൂറത്തുൽ അബസ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. അടുത്ത ആയത്ത് എന്താണ്?
ഞാൻ മാത്രം ഓതി കൂലി വാങ്ങിയ പോരല്ലോ, നിങ്ങൾക്കും കൂലി ഇട്ടണ്ടേ? ബാക്കി എന്താണ്? ലൈഫ് ഈസ് വെരി ഈസി. ജീവിതം വളരെ ലളിതമാണ്, എളുപ്പമാണ്. ആരാ പറയുന്നത്? അള്ളാഹു. നമ്മൾ പറയല്ല ഭയങ്കര ഹാർഡാണ്. അപ്പൊ എന്താ പ്രശ്നം? ഇവിടെ എവിടെയാ പ്രശ്നം പറ്റിയത്? അപ്ഡേറ്റഡ് സൈക്കോളജി പറയുന്നു ജീവിതം എളുപ്പമാണ്. ഖുർആൻ പറയുന്നു എടോ നീ വന്ന വഴിയാണ് കഠിനമായ വഴി, നീ വന്ന വഴിയാണ് ഏറ്റവും അധികം സങ്കീർണമായ വഴി. ഉമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലം അതാണ് ഏറ്റവും സങ്കീർണമായ കാലം, പ്രയാസം നിറഞ്ഞ കാലം, സംസാരിക്കാൻ കഴിയാത്ത കാലം, ഓടാനും ചാടാനും നിന്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ പങ്കുവെക്കാനും കഴിയാത്ത കാലം. അങ്ങനെ സങ്കീർണമായ കാലമൊക്കെ കഴിഞ്ഞ് ദുനിയാവിലേക്ക് വന്നു. അല്ല പറയാണ് ഇനി ഈസിയാണ്, നടക്കാം, ഓടാൻ, ചാടാൻ, വച്ചാപ്പ, മുത്താപ്പ, എളാപ്പ, വല്യാപ്പ, നാട്ടുകാര്, മന്ത്രി, പ്രസിഡന്റ്, MP, MLA എല്ലാം, എല്ലാ സംവിധാനവും അല്ലെ, ശാസ്ത്രം, പുരോഗതി, ടെക്നോളജി എല്ലാം. എന്നിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ നിന്നിട്ട് പറയാണ് ഇപ്പൊ പ്രയാസാണ്. പ്രയാസം കഴിഞ്ഞില്ലേ? ജീവിതം കോംപ്ലിക്കേറ്റഡ് അല്ല, ലൈഫ് ഈസിയാണെന്ന് ഖുർആൻ പറയാണ്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ്? നമ്മളാണ്. നമ്മൾ പ്രശ്നമാക്കിയതാണ്, നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കിയതാണ്, നമ്മളതിനെ സങ്കീർണമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം എളുപ്പമാണ്. ആ എളുപ്പമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ സമ്മാനിച്ചെങ്കിൽ ഈ എളുപ്പമുള്ള ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം, ആ ദൗത്യം എന്താണ്? നിന്റെ പ്രശ്നം ഇവിടെ പറയേണ്ട പ്രശ്നമില്ല, നീ ഉണ്ടാക്കിയ പ്രശ്നമില്ലാത്ത വേറൊരു പ്രശ്നമില്ല. പിന്നെ എന്താണ് ഈ ഈസി ലൈഫിൽ നിനക്ക് നിർവഹിക്കേണ്ട ആത്യന്തികമായ ഉത്തരവാദിത്തം? ഖുർആനിൽ അല്ലാഹു കൃത്യമായി പറഞ്ഞു തന്നു. എന്ത്? വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. കിഴക്കിന്റെ ചക്രവാളത്തിൽ അരുണോദയം സംഭവിക്കുന്നുവെങ്കിൽ, സൂര്യൻ ഉദിക്കുന്നുവെങ്കിൽ, സൂര്യൻ അസ്തമിക്കുന്നുവെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. മനസ്സിലാക്കണം, വേറൊരു ഉദ്ദേശമില്ല. സൂര്യൻ എന്തിനാ ഉദിച്ചത്? എന്തിനാ? നമുക്ക് പൈസ ഉണ്ടാക്കാനോ? ആണോ? അല്ല നമുക്ക് യുദ്ധം നടത്താനോ? എന്തിനാ? തല്ലാനോ? നമീമത്ത് പറയാനോ? ഗീബത്ത് പറയാനോ? അതിനാണോ? എന്തിനാണ് സൂര്യൻ ഉദിച്ചത്? എന്തിനാണ് ഈ ഉച്ച? എന്തിനാണ് ഈ വൈകുന്നേരം? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അതേ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലാഹുവിന് നന്ദി ചെയ്യൽ, ശുക്ർ ചെയ്യൽ മനുഷ്യനെന്നില്ല. അതുകൊണ്ട് തന്നെ തെറാപ്പി ചെയ്യിക്കുന്ന ആളുകൾ, സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, അവരെന്തെടുക്കാണ്? തെറാപ്പി ചെയ്യിക്കുകയാണ്. ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. ആ ഡിഗ്രി എടുത്തൊക്കെ വന്ന ഈ സൈക്കോളജിസ്റ്റ് ഇരുന്നിട്ട് ഇയാൾക്ക് ഈ പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യക്കും ഭർത്താവിനും, നിങ്ങൾ തെറാപ്പി ചെയ്യണം. മുട്ടുവേദനയ്ക്ക് വന്നല്ല, മാനസിക പ്രശ്നത്തിന് വന്നതാണ്. എന്താ തെറാപ്പി? ആ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയാണ്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി? രാവിലെ ഒരു പേപ്പർ എടുക്കണം, എന്നിട്ട് നിങ്ങൾക്ക് അന്നേ ദിവസം കിട്ടുന്ന ഓരോ നിഅമത്തുകളും അതിൽ എഴുതണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഒരു നിഅമത്താണ്. കാര്യം കണ്ണു തുറന്നു, ഇന്നത്തെ രാവിലെ കണ്ടു, അത് എഴുതുക. അവിടുന്ന് എഴുന്നേറ്റ് പോയി ടോയ്ലറ്റിൽ ഇരിക്കുക. യൂറിൻ പോകുന്നുണ്ടോ സുഖമായിട്ട്? ഏറ്റവും വലിയ ആ ദിവസം നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ്, എഴുതി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു 30 നിഅമത്ത് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഓരോ നിഅമത്തിനും അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. അതാ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അൽഹംദുലില്ലാഹ്, അങ്ങനെ 30 നിഅമത്തുകൾ. ആ നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഈ നിഅമത്തിന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഈ നിഅമത്തിന് അൽഹംദുലില്ലാഹ്. അങ്ങനെ 30 നിഅമത്തുകൾക്ക് ഒരു ദിവസം നീ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നിന്റെ മെന്റൽ പ്രശ്നങ്ങൾ മാറുമെന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യിക്കുകയാണ്. ആളുകളെ കൊണ്ട് ഇത് ചെയ്യ്
ഇതല്ലടോ അള്ളാഹ് ആദ്യം പറഞ്ഞത്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഹംദിന്റെ വിലയാണ് ഈ പറഞ്ഞത്. ഒരു ഹംദിന്റെ വിലയായി പറഞ്ഞത്. അതില്ലാതെ പോയവനാ മാനസിക രോഗിയായത്, അതില്ലാതെ പോയവനാ കെട്ടിത്തൂങ്ങാൻ പോകുന്നത്. അത് നമ്മുടെ മക്കൾക്കില്ലാത്തത് കൊണ്ടാണ് അവർ വിഷമടിച്ച് ചാകുന്നത്. മനസ്സിലാക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, നന്ദിയില്ല. വളർത്തി വലുതാക്കിയ മക്കൾക്ക് മാതാപിതാക്കളോട് നന്ദിയില്ല. കാര്യം റബ്ബിനോട്, പടച്ച റബ്ബിനോട് നന്ദി കാണിച്ചിട്ടില്ല. പിന്നെ അവർ നിന്നോട് എന്തിനാ നന്ദി കാണിക്കണ്ടേ? അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ലൈഫ് കൊടുത്തത്, ഈ സംവിധാനം ഒരുക്കിയത് ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറാ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനാണ്. റബ്ബിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാനിന്റെ ഉച്ചനേരത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചെറുപ്പക്കാരൻ റോഡിന്റെ പക്കത്ത് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആ ഈ ആളുകൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ട്രെൻഡാണ് എന്ത് അത് ഈ പറയുന്ന ഓരോ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ അത് വിറ്റിട്ട് കാശാക്കുക, പണത്തിന് വേണ്ടി. ഒരു യുവാവ് ഉച്ചനേരത്ത്, ഒരു ചെറിയ ചെക്കനാണ്, ഒരു 10, 15, 16, 17 വയസ്സുള്ള ഒരു ചെക്കൻ റോഡിന്റെ പക്കത്ത് നിൽക്കുമ്പോ ഐഫോൺ പ്രോ 17 മാക്സ്, ഇപ്പൊ പുതിയതാ 17 മാക്സോ ആണോ എന്തോ, അത് ഏറ്റവും ലേറ്റസ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാണ്, ഈ നേരത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഈ ഐഫോൺ 17 പ്രോ മാക്സ് ഫ്രീ ആയിട്ട് തരും. ആ ചെക്കൻ കുറിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. എന്ത് വേണ്ട? ഐഫോൺ പ്രോ മാക്സ് എനിക്ക് വേണ്ട, എനിക്ക് നോമ്പും മതി എന്ന് പറയുമ്പോ എന്തുകൊണ്ടായിരിക്കും ആ ചെക്കൻ അത് പറയാ? എന്താണ് അത് പറയാൻ കാരണം? എന്താ? അള്ളാനെ പിടിച്ചിട്ട് പറയണാണ്. പടച്ചവന്റെ പ്രീതി, അതാണ് ദിക്ർ. ദിക്റിന്റെ ഒരു ഭാവമാണത്, അള്ളാഹുവിനെ ഓർക്കലാണത്. 2 ഓപ്ഷനാണ്. ഒന്നിൽ ഇത് വാങ്ങാം, ഈ ദുനിയാവിന്റെ 70 അല്ലെങ്കിൽ 1 ലക്ഷമോ 1 ലക്ഷമോ വിലയുള്ള ഈ സാധനം മേടിക്കാം, എന്നിട്ട് നോമ്പ് കിട്ട് കളയാം, നന്ദികേട് റബ്ബിനോട്, നമ്മുടെ കാര്യം കിട്ട് നടക്കട്ടെ എന്ന് ചിന്തിക്കാം. പക്ഷെ അവിടെ അള്ളാനെ ഓർത്താൽ, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ വേണ്ട, ആ ദുനിയാവ് ഉപേക്ഷിച്ച് അതിലും വലുതല്ല കൊടുക്കുന്നതാണ്, അത് വേറെ. അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അതിലും മികച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. റബ്ബിനെ ഓർത്തുകൊണ്ടൊരു കാര്യം ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ അതിലും മികച്ചത് ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുമെന്നാണ്. അതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. പടച്ചവന്റെ ഇടപാട് എങ്ങനെയാണ്, പടച്ചവന്റെ മാർഗം എങ്ങനെയാണ്, പടച്ചവന്റെ ചര്യ എങ്ങനെയാണ്. എന്നാൽ ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുക, അത് ദിക്റുള്ള കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹനെ ഓർക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ കഴിക്കോ? ഇല്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റവനാണോ ഞാൻ, റബ്ബിനെ ഓർക്കുകയാണ്, നോമ്പുകാരനാണോ ഞാൻ, ഒഴിവാക്കുകയാണ്. എന്നാൽ ഈ നോമ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ കല്യാണം നടക്കുമ്പോഴോ, അവിടെ ഇതാ ചെണ്ടമുട്ടും പാൻറ്റുമേളായിട്ട് ആള് വരുമ്പോഴോ, ഗാനമേളക്കാരൻ വരുമ്പോഴോ, അവിടെ നമ്മൾ അള്ളാഹനെ മറക്കും, റബ്ബിനെ മറക്കും. പർദ്ദയിട്ട് വരുന്ന സഹോദരികൾ, ഉമ്മമാർ ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോ പർദ്ദയിട്ട് മാന്യമായി സലഫി മഫ്ത എത്ര നീളം കിട്ടോ അത്രയും നീളം ഇട്ട് വരുന്ന ഉമ്മ, വീട്ടിലൊരു കല്യാണം വന്നാലോ, മകളുടെ കല്യാണം വരുമ്പോഴോ, അയൽപക്കത്തെ കല്യാണം വരുമ്പോഴോ, ഇപ്പൊ ആരും വേണ്ട, ആരെങ്കിലും ഒരു കല്യാണത്തിന് വിളിച്ചാൽ മതി, അക്കോലത്തിലായി. നമ്മുടെ വേഷം എങ്ങനെയാണ്, നമ്മുടെ വസ്ത്രം എങ്ങനെയാണ്, നമ്മുടെ ചുണ്ടെങ്ങനെയാണ്, നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ നടത്തം എങ്ങനെയാണ്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, അവിടെ അള്ളാഹനെ ഓർക്കൂല, നമ്മള് റബ്ബിനെ ഓർക്കൂല, റബ്ബിനെ മറക്കും. അവിടെ നിസ്യാൻ, മറവിയാണ്. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കാര്യം വരുമ്പോ അവിടെ അള്ളാഹനെ വിസ്മരിക്കുകയാണ്, അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. എന്നാൽ വിജയിക്കുന്നവൻ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവൻ, അല്ലാഹുവിനെ സ്മരിക്കുന്നവൻ, ആ ദിക്ർ കൊണ്ട് പൂർണ്ണമായി സമാധാനം നേടുന്നവൻ, അതുപോലെ തന്നെ ആ ദിക്റിന്റെ ഏറ്റവും മൂർത്തിഭാവമായ നിസ്കാരം നിർവഹിക്കുന്നവൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൂർ സീനയിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന, പ്രത്യേകം നിർദ്ദേശിക്കുന്ന കാര്യമാണ്, അനഖ്തർതുക യാ മൂസാ, മൂസാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, മൂസാ നീ മറ്റുള്ളവരെ പോലെയല്ല മൂസാ ഇനി, അതുകൊണ്ട് തന്നെ മൂസാ നിന്നെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തല്ല മൂസാ. അഖ്മിസ്സലാത്ത ലിദ്ക്രി, എനിക്ക് ദിക്ർ
ചെയ്യാൻ വേണ്ടി ആ ദിക്റിന്റെ വലിയൊരു ഭാവമായി റബ്ബുമായുള്ള മുനാജാത്തായ അല്ലാഹുമായുള്ള സംസാരമായ ആ നിസ്കാരം നിലനിർത്തും മൂസ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടല്ല പറഞ്ഞത്. ഖുർആൻ ഇവിടെ വിശ്വാസികളോട് പറയാണ്, വിജയം വേണോ? വദക്കറസ്മ റബ്ബിഹി ഫസല്ലാ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യണേ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആറ്റിറ്റ്യൂഡ് എടുത്തു പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ തലയാട്ടുന്ന ആളുകളെ കണ്ടില്ലയോ? അതേ, സമ്മതിക്ക്, ഇതൊക്കെ ഓക്കെയാണെന്ന് പറയുന്ന ആളുകളില്ലയോ? എന്നാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലാഹു പുറത്തിടുകയാണ്. എന്തേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എന്നാൽ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് ഉള്ളുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ, നോമ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ്, പെരുന്നാളാവാൻ കാത്തിരിക്കുകയാണ്, ദുനിയാവിലേക്ക് ഓടിയിറങ്ങാൻ, പള്ളി വിട്ടോടാൻ, നിസ്കാരം വിട്ടോടാൻ, അതുപോലെ ഖുർആൻ വിട്ടോടാൻ കാത്തിരിക്കുകയാണ്. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ അമിതമായ പ്രാധാന്യം കാണുന്നത് ദുനിയാവിന് തന്നെയാണ്. അല്ലാഹു ആറ്റിറ്റ്യൂഡ് പറയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് റബ്ബിനറിയാം, അല്ലാഹുവിനറിയാം. കാരണം നമ്മുടെ ഉള്ളും പുറവും കാണുന്നവനാണ് അല്ലാഹു. തലയാട്ടി തലകുനിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നിലപാടുകൾ റബ്ബ് അറിഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നീ കണ്ട ദുനിയാവല്ല ഖൈറ്, നീ കണ്ട ദുനിയാവല്ല എന്നൊന്നും ബാക്കിയാകുന്നത്, നേരെ മറിച്ച് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, വരാനുള്ള ആഖിറത്താണ് എന്നും എന്നും നിലനിൽക്കുന്ന ബാക്കിയാകുന്ന ഖൈറായ ഉത്തമമായ സംഗതി. നമ്മൾ ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അല്ലാഹു ഇത്ര കൃത്യമായിട്ടാണ് കാര്യം പറയുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ തന്നെയാണ്. അതാണ് അല്ലാഹു ആദ്യം കശക്കി നമ്മുടെ ഈ ഏറ്റവും മോശമായ ആറ്റിറ്റ്യൂഡ്, ദുനിയാവിൽ പൂണ്ടുപോകുന്ന ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇത്രയും ഈ ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞാൽ എന്താ ദുനിയാവ് നിനക്ക് തരിക? ദുനിയാവ് ഐഹിക ലോകം നിനക്ക് എന്താ തരിക? തരും. എന്താ തരിക എന്ന് ചോദിച്ചാൽ ഒരു പോക്കറ്റ് പോലും ഇല്ലാത്ത 3 ഖണ്ഡം തുണി. കഫൻ തുണിക്ക് പോക്കറ്റ് ഉണ്ടോ? പോക്കറ്റ് ഉണ്ടോ? ഇത്രയും കാലം കുപ്പായടിച്ചപ്പോ പോക്കറ്റ് വെച്ചു. എന്തിനാ പോക്കറ്റ്? എന്തിനായിരുന്നു കീശ? എന്റെ കഫൻ പുടക്ക് കീശ വെച്ചോ? കഫൻ പുടവക്ക് പോണൊരു പോക്കില് യാത്ര ചില വണ്ടിക്കൂലി എന്ന നിലക്കെങ്കിലും ഒരു 100ന്റെ നോട്ട് എടുത്തു വെക്കോ? ഒരു 100ന്റെ നോട്ട് വെക്കാൻ ഒരു കീശ അതിനുണ്ടോ? ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഡെഡ് ബോഡി ഇനി വേണ്ട, എടുത്ത് കളാന്നാ പറഞ്ഞു. എടുത്തുകള. ഭൂമിയുടെ പ്രത്യേകത തന്നെ അതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അലം നജഅലിൽ അർള കിഫാതൻ അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാതാ അഹ്യാഅൻ വ അംവാതാ. നിനക്ക് ഭൂമി മതി, നിനക്ക് ഭൂമി അത്രക്കേ ഉള്ളൂ മനുഷ്യൻ. ഭൂമി നിനക്ക് മതി. മനുഷ്യൻ ഭൂമി ബഹിരാകാശത്തേക്കൊന്നും പോണ്ടാന്ന്, വെറുതെ പൈസ കളയാണ്. ഭൂമി മതി നിനക്ക്, ഭൂമി മതി. അലം നജഅലിൽ അർള കിഫാത, ഭൂമി നിങ്ങൾക്ക് മതിയാക്കിയതാക്കി. ആർക്കൊക്കെ? അഹ്യാഅൻ വ അംവാതാ, ജീവിച്ചിരിക്കുമ്പോഴും ഭൂമി മതി, മരിച്ചാലും ഭൂമി മതി. മഹാനായ ഇമാം ശഅബി റഹിമഹുല്ലാ അതിന് നൽകിയ തഫ്സീറിൽ കാണാം, ബത്നുഹാ ലി അംവാതികും വലഹറുഹാ ലി അഹ്യാഇകും. നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഭൂമിയുടെ മുകൾ മതി, നിങ്ങൾ ഒരുത്തൻ മരിച്ചു പോയാലോ ബത്നുഹാ ലി അംവാതികും, മരിച്ചവർക്ക് ഭൂമിയുടെ ഉള്ളു മതി. വേറെ എവിടെയും കളയണ്ട, കുഴിക്കുക, ഇടുക, മൂടുക, പോവുക. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ, വീടുണ്ടാക്കാൻ, റോഡ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നിനക്ക് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അതേ ഭൂമിയുടെ മുകൾ മതി. ജീവിച്ചിരുന്നപ്പോ ഭൂമിയുടെ മുകൾ, ഇനി മരിച്ചാലോ ബത്നുഹാലി അംവാതികും, മരിച്ചാല് ഭൂമിയുടെ ഉള്ളും മതി. അപ്പൊ കാലാകാലം ഒരാൾക്ക് ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും, എത്ര വലിയ ബിഷഗ്വരനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ റിസർച്ചറാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഗവേഷകനാണെന്ന് പറഞ്ഞാലും സാധ്യമല്ല. ഇന്നത്വബീബ ബിതിബ്ബിഹി വദവാഇഹി ലാ യസ്തതിഉ ദിഫാഅൻ ഹബിൻ ഖദ് അതാ. എത്രയോ വലിയ അറിയപ്പെട്ട ഡോക്ടർമാർ, ബിഷഗ്വരന്മാർ,
ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിധിച്ച മരണത്തെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. ഡോക്ടർ മരിക്കുകയാണ്, പിന്നല്ലേ രോഗിയുടെ കാര്യം പിന്നെ പറയണ്ടോ? ഡോക്ടർ തന്നെ മരിക്കാടോ. മാത്രമല്ല അറിയപ്പെട്ട കാർഡിയോളജിസ്റ്റ്, പക്ഷേ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ കാർഡിയോളജിസ്റ്റ് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഒരുപാട് അറ്റാക്ക് വന്ന മനുഷ്യന്മാർക്ക് ഹൃദയം തന്നെ മാറ്റിവെച്ചു കൊടുത്ത ഡോക്ടർ എങ്ങനെ മരിച്ചത്? അറ്റാക്ക് വന്നിട്ട്. അപ്പോ ഒരുപാട് രോഗികൾക്ക് ശമനം നൽകിയ ഡോക്ടർ അതേ രോഗം വന്നുകൊണ്ട് തന്നെ മരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മാതൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദ്ദവാ വബഅഹു വമൻ ഇസ്തറാ. ഡോക്ടറും മരിച്ചു, കമ്പൗണ്ടറും മരിച്ചു, മരുന്ന് കൊടുത്ത ഫാർമസിക്കാരനും മരിച്ചു, അവിടെ മരുന്നെടുത്തു കൊടുക്കാൻ നിന്നവനും മരിച്ചു, അവിടുത്തെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയും മരിച്ചു, ഹോസ്പിറ്റലിന്റെ മുതലാളിയും മരിച്ചു, സർവരും മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതേ മനുഷ്യർക്ക് ജീവിതം കൊടുക്കാനിരിക്കുന്ന ആളുകൾ തന്നെ മരിച്ചു പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായും ലോകം നമ്മെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പാഠമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ശാശ്വതമല്ല, അതൊരു1000 അനുഭവങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞവനായിട്ടും ദുനിയാവിനാണല്ലോ നിയമിതമായ പ്രാധാന്യം കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തകാസുറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കി കളഞ്ഞല്ലോ. പൊങ്ങച്ചത്തിലാണല്ലോ നിങ്ങളുടെ ജീവിതം, പൊങ്ങച്ചത്തിന് വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അല്ലാതെ മാന്യതക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് പെരുപ്പം കാണിക്കുകയാണ്, അവനേക്കാൾ കൂടുതൽ എനിക്കാണ് എന്ന് ദുനിയാവിന്റെ കാര്യത്തിൽ കാണിച്ച്. ദീനിന്റെ കാര്യത്തിലല്ല. ദീനിൽ കൃത്യമായ ഒരാൾ നിസ്കരിക്കുമ്പോ അതിൽ അവലുവക്കത്തിൽ തന്നെ എത്തി നിസ്കരിക്കണം എന്ന വാശി നമുക്കില്ല. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ അയൽവക്കത്തുകാരൻ ഒരു വീട് വെച്ചാൽ അതിൽ മികച്ചത് വേണം നമുക്ക് ആഗ്രഹമുണ്ട്. ഏറ്റവും നന്നായി കൃത്യമായി തന്റെ കച്ചവടത്തിൽ സക്കാത്ത് കൊടുക്കുന്ന ഒരാളെ കാണുമ്പോൾ അവനെക്കാളും മികച്ചതാകണം എന്ന് സ്വർഗത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്ന മത്സര ബുദ്ധി നമുക്കില്ല. പക്ഷെ അയൽവക്കത്തൊരാൾ ഒരു വാഹനം വാങ്ങിയാൽ അതിനേക്കാളും മികച്ചത് വാങ്ങണം. അതിന് കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ ലോൺ എടുക്കാം. ആ പലിശയിൽ പൂണ്ടാണ്. വീടുണ്ടോ കാശ് വെക്കാൻ? കാശുണ്ടോ വീട് വെക്കാൻ? ഇല്ല. നേരെ മറിച്ച് ലോൺ എടുക്കാം. എങ്ങനെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണം. എന്തിനാണ്? താമസിക്കാനാണോ? അല്ല. അൽഹാകുമുത് തകാസുർ, പൊങ്ങച്ചം കാണിക്കാനുള്ള ഓട്ടമാണ്. അതിന്റെ തിരക്കിലാണ്, അതിന്റെ ചിന്തയിലാണ്, അതിന്റെ പിന്നാലെ പായുകയാണ്. ആ മനുഷ്യനെ വിളിച്ച അല്ലാഹ് പറഞ്ഞത് പൊങ്ങച്ചം എത്രയാണടോ, ജാട എത്രയാണടോ, ഈ കാട്ടിക്കൂട്ടൽ എത്രയാണടോ. ഹത്താ സുർതുമുൽ മഖാബിർ, ഹത്താ സുർതുമുൽ മഖാബിർ, ഹത്താ ഖബർ വരെയല്ലേ. ആ ഖബറിലേക്ക് നിന്നെ ഇറക്കി വെച്ചാൽ, ആ ഖബറിലെ അവസ്ഥയെ പറ്റി ഒരിക്കലെങ്കിലും ആലോചിച്ചാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാ പ്രേമം അവനുണ്ടാകുമോ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ദിവസം എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖമാസകലം വിവർണനമായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, എന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഈ പകർച്ച വന്നതെന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാത്രി മുഴുവനും ഇരുന്ന് ചിന്തിച്ചത് ഖബറിലുള്ള ആളുകളെ കുറിച്ചാണ്, ഖബറിലെ വാസത്തെ കുറിച്ചാണ്. നിന്റെ പ്രിയപ്പെട്ട ആളുകളില്ലയോ, നിന്റെ ഉപ്പയില്ലയോ, ഉമ്മയില്ലയോ, കൂടെ ജീവിച്ച ഇണയില്ലയോ, നീ ഓമനിച്ച് വളർത്തിയ മക്കളില്ലയോ, അവര് മരിച്ചാൽ, അവര് മറമാടിയാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ആ മയ്യത്തൊന്ന് തുറന്നു നോക്കുമോ, ആ ഖബറൊന്ന് തുറന്നു നോക്കുമോ, ആ ഖബറൊന്ന് മാന്തി നോക്കുമോ? നിന്റെ ഉപ്പയുടെ, ഉമ്മയുടെ, മാതാപിതാക്കളുടെ, ബന്ധുജനങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ, പ്രിയതമയുടെ, കാമുകയുടെ, ബന്ധുജനങ്ങളുടെ, ചങ്കുബ്രോയുടെ ആ ഖബറൊന്ന് മാറ്റി നോക്കുമോ? അവിടെ നിനക്ക് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലുമുള്ള ധൈര്യം നിനക്കുണ്ടോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് അടുത്ത ബന്ധുവാണെങ്കിലും ഓടുകയാണ്, അവിടെ നിന്ന് ഭയപ്പെട്ടു പോവുകയാണ് ഓരോ മനുഷ്യനും. കാരണം എന്തെന്ന് ചോദിച്ചാൽ,
ولرأيت بيتا تحول فيه الهوام ويجري فيه الصديد وتخرقه الديدان مع تغير الراحة وبل الأكفان. ചലമൊഴുകിക്കിടക്കുന്ന ഖബറാണത്. ചലമൊഴുകിക്കിടക്കുന്നു എന്ന് മാത്രമല്ല, അതേ കഫംപുടവകൾ അഴുകി തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ആ മനുഷ്യന്റെ ശരീരം ജീർണിച്ചു പോയിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഖബർ നിറഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അതിനെ ആസ്വദിക്കാനോ അനുഭവിക്കുവാനോ കൂടെ നിൽക്കുവാനോ കഴിയാതെ ഇറങ്ങി ഓടുകയല്ലയോ? അതല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖബറിലായി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? ആ ഖബറിലുള്ളത് ദൂതുകളാണ്, പുഴുക്കളാണ്. പുഴുക്കൾ നിറഞ്ഞു കിടക്കുകയാണ്. മനുഷ്യനെ തിന്നാനുള്ള പുഴു നിറഞ്ഞ ഖബറാണ്. ദുനിയാവിന് വേണ്ടി ആർത്തിയോടെ ജീവിച്ച മനുഷ്യന്റെ അവസ്ഥയാണ്. ദുനിയാവിന് വേണ്ടി പാഞ്ഞ മനുഷ്യന്റെ അവസ്ഥയാണ്. ആ ഖബറിലേക്ക് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. എന്തിനാണ് ഈ പുഴുക്കൾ തള്ളുന്നത്? എന്തിനാണ് ഈ പുഴുക്കൾ അവന്റെ ശരീരത്തിൽ മിന്തുന്നത്? പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. വഴക്കിട്ടുകൊണ്ട് പുഴുക്കൾ തിന്നുന്ന ശരീരമായി മാറി. ആരുടെ ശരീരമാണ്? കാരണം അവരുടെ ശരീരമാണ്. ഉപ്പയുടെ ശരീരമാണ്, ഉമ്മയുടെ ശരീരമാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ കൂടെയുള്ളവരുടെ ശരീരമാണ്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2 നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. 3 ദിവസം കഴിഞ്ഞ ഖബറൊന്നു മാന്തി നോക്കിയാൽ അതേ സ്വന്തക്കാരനാണെന്ന ഭാവം കാണിക്കുന്നില്ല. ആളുകൾ ഇറങ്ങി ഓടുകയാണ്, ഭയന്ന് ഓടുകയാണ്. ആ രൂപത്തിൽ ജീർണിക്കാനുള്ള, മണ്ണിന് തിന്നാനുള്ള ശരീരം, മണ്ണിന് തിന്നാനുള്ള ജീവിതം. ആ ജീവിതം കൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അഹങ്കരിക്കുവാനും പൊങ്ങച്ചം കാണിക്കുവാനും അവൻ നെട്ടോട്ടമോടുന്നത്. ആ ആറ്റിറ്റ്യൂഡ് അല്ലാഹു പൊളിച്ചെഴുതുകയാണ്. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവിന് വേണ്ടി പാഞ്ഞവനാണു നീ, ദുനിയാവിന് വേണ്ടി ഓടിയവനാണു നീ. പക്ഷേ അവസാനം നിന്റെ അവസ്ഥ എന്തായി? നിനക്ക് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ, അതേ കൊട്ടാര സമാനമായ ഭവനത്തിന്റെ ഉള്ളിൽ ജീവനറ്റ് കിടക്കുന്ന മനുഷ്യന് പറയാനുള്ളത് ومن غفر التراب فوسدوه. മനസ്സിലാക്കണം സഹോദര, ഇന്ന് കിടന്നുറങ്ങുന്ന വീട്, ആ വീടിന്റെ ഉള്ളിൽ നിന്റെ ബെഡ്റൂമിൽ നിന്ന് മരിച്ചാൽ പിന്നെ നീ എന്താണ് ആവശ്യപ്പെടുന്നത്? എനിക്ക് എസ്റ്റേറ്റ് വേണം, എനിക്ക് ബംഗ്ലാവ് വേണമെന്ന് പറയൂ? അതല്ല എനിക്ക് 7 സ്റ്റാർ ഫെസിലിറ്റി വേണമെന്ന് പറയുമോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിനക്ക് ആവശ്യപ്പെടാനുണ്ടോ? ഇല്ല. നിനക്ക് നാട്ടുകാരോട് പറയാനുള്ളത് ആ ഖബറിലേക്ക് എന്നെ ഇറക്കി വെക്കണേ, മണ്ണെനിക്ക് വിരിച്ചു തരണേ. അതെ, ഏറ്റവും മുന്തിയ വാഹനത്തിൽ നടന്നവൻ, ഏറ്റവും മുന്തിയത് മാത്രം ഉപയോഗിച്ചവൻ, ബ്രാൻഡഡ് മാത്രം യൂസ് ചെയ്തവൻ അവസാനം പറയാണ്, ആ മണ്ണിന്റെ തലയിണ എനിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കി തരുമോ? മണ്ണൊന്ന് വിരിച്ചു തരുമോ? ആ കഫൻ പുടവയൊന്ന് പുതച്ചുതാ. വലിയ വിലയൊന്നും വേണ്ട, നോർമലായ പരുത്തി വസ്ത്രമാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് പൊതിഞ്ഞുതാ. എന്നിട്ട് ആ അകലെയുള്ള ഖബറിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി വെച്ചുതാ. ഇതാണ് മനുഷ്യൻ കണ്ണടച്ചാൽ പറയാനുള്ളത്, മനുഷ്യൻ മരിച്ചാൽ പറയാനുള്ളത്. ചെറിയൊരു അറ്റാക്ക് വന്നാൽ, പിടഞ്ഞു വീണാൽ, ശ്വാസം നിലച്ചാൽ പറയാനുള്ളത്. ജാടകൾ വേണ്ട, ട്രെൻഡുകൾ വേണ്ട. നേരെ മറിച്ച് ആ 3 ഖണ്ഡം തുണി പൊതിഞ്ഞിട്ട് ഒന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ച് തരുമോ? എല്ലാവരും ഒന്ന് വലിയ ആദരവ്
അറിവോടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാലോ ഫലൗ അബ്സർതുമൂഹു ഇദാ തഖല്ലത് സബീഹതു സാലിസിൻ ലതറക്തുമൂഹു. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചവന് വീണ്ടും 3 ദിവസം കഴിഞ്ഞ് ഒന്ന് മാന്തി നോക്കിയാൽ പിന്നെ അവിടെ നിൽക്കില്ല. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ചങ്ക് ബ്രോയാണെന്ന് പറഞ്ഞാലും ലതറക്തുമൂഹു, നാറ്റം കൊണ്ട് മൂക്കുപൊത്തി ഓടുകയാണ്, തിരിഞ്ഞോടുകയാണ്. ഇതാ റബ്ബ് വിളിക്കുകയാണ്, വനാദാഹുൽ അലിയു യാ ഫുലാൻ, ഓടുന്നവനെ നിക്കടാ, അവിടെ നിക്ക്. അതേ ഹലുമ്മു ഫൻദുറു ഹൽ തഅരിഫുഹു. ഇപ്പൊ മുതലാളിയെ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മൗലവിയെ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉപ്പയെ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉമ്മയെ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മക്കളെ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഫലുമ്മു, ഓടുന്നവനെ വാടാ, നിക്കടാ. അതേ ഫൻദുറു ഹൽ തഅരിഫുഹു, വന്നു നോക്കടാ. 3 ദിവസം കഴിഞ്ഞ ഖബറിലേക്ക് വന്നു നോക്കൂ. ഹബീബുകും വജാറുകുമുൽ മുദല്ല തഖാദമ അഹ്ദുഹു ഫനസീതുമുഹു. നിനക്ക് പ്രിയപ്പെട്ടവനാണ് ആ കിടക്കുന്നത്, നിന്റെ അയൽവാസിയാണ് ആ കിടക്കുന്നത്. അതുപോലെ തന്നെ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ആ കിടക്കുന്നത്. തഖാദമ അഹ്ദുഹു ഫനസീതുമുഹു. ആളുകൾ ഇതാ തിരിഞ്ഞു പോവുകയാണ്. വേണ്ട, എനിക്കിനി മുതലാളിയെയോ അതല്ലെങ്കിൽ ഇപ്പറയുന്ന വാപ്പയെയോ മൗലവിയെയോ നേതാവിനെയോ ഇനി എനിക്ക് വേണ്ട. അതേ, അവർ തിരിച്ചു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവരെ മറക്കുന്നതാണ് നല്ലത്. ഫനസീതുമുഹു, കഥകളൊക്കെ പഴങ്കഥകളായി ഓർമ്മയുടെ ചിപ്പിൽ സൂക്ഷിക്കാമെന്നല്ലാതെ ഫനസീതുമുഹു, മെല്ലെ മെല്ലെ അവരെ മറക്കുന്നതാണ് നല്ലത്. അവർ പോയവര് പോയി, ഇനി ജീവിക്കുന്നവരല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കാം. പോയവര് പോയല്ലോ, ഫനസീതുമുഹു, അങ്ങനെ മറന്നുകളയാമല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള ചണ്ടി മാത്രമാണു നീ, ചണ്ടി മാത്രമാണു നീ. ഖബർ നിറക്കുന്ന, ദുഷിച്ചു നാറുന്ന, പുഴുവരിക്കുന്ന ആ ശരീരത്തിന്റെ ഉടമയായ ചണ്ടി മാത്രമായ നീയാണ് ദുനിയാവിന് വേണ്ടി പരക്കം പായുന്നത്, ദുനിയാവിന് വേണ്ടി കലഹിക്കുന്നത്, ഈ അന്നത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്, ഹറാമിന്റെ പിന്നാലെ പായുന്നത്. ഈ ദുനിയാവിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ചെലവഴിച്ചാലും അവസാനം ദുനിയാവ് നിനക്ക് പകരം തരുന്ന സമ്മാനമാണിത്. അതുകൊണ്ടാണല്ലോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി, കൂട്ടുകാരെ വിളിച്ചുകൂട്ടി. അദ്ദേഹം പോയത് ഷോപ്പിംഗ് മാളിലേക്കല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും എന്റർടൈൻമെന്റ് കേന്ദ്രങ്ങളിലേക്കല്ല. അദ്ദേഹം ആളുകളെ വിളിച്ചുകൊണ്ടുപോയത് നേരെ ഒരു ഖബർസ്ഥാനിലേക്കാണ്. വിശാലമായ ആളുകളെ ഖബറടക്കിയ ഖബർസ്ഥാനിൽ ചെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീൻ. സലാം പറയുകയാണ്, വിശ്വാസികളുടെ കൂട്ടമേ, വിശ്വാസികളായ മുഅ്മിനുകളായ ആൾക്കൂട്ടമേ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞങ്ങൾ ക്യൂവിലാണ്. നിങ്ങൾ മുന്നേ പോയതിന്റെ പിന്നാലെ വരാൻ നിങ്ങളുടെ പിന്നിൽ ക്യൂ നിൽക്കുന്നവരാണ് ഞങ്ങൾ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവരാണ് ഞങ്ങൾ. എന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള കൂട്ടുകാർ കേൾക്കുമാർ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, മൽ ഖബറു ഇൻദകും, എന്താണ് നിങ്ങളുടെ വിശേഷം? കുറെ കാലമായല്ലോ ഇവിടുന്ന് പോയിട്ട്, ഞങ്ങൾ വിട്ടു പോയിട്ട് ഒരു വിവരവും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലല്ലോ. എന്താണ് നിങ്ങളുടെ അവസ്ഥ? പണ്ട് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു, അറിയാൻ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ പോയപ്പോൾ ഒരു ഫോണും കൊണ്ടുപോയില്ലല്ലോ, ഒരു സെർച്ച് എഞ്ചിനും കയ്യിലില്ലല്ലോ, അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അവസ്ഥയും അല്ലെങ്കിൽ ഒരു ടെക്നോളജിയും ഇല്ലാതെ പോയല്ലോ, ഒരു വിവരവും അറിയുന്നില്ലല്ലോ. മൽ ഖബറു ഇൻദകും, എന്താണ് നിങ്ങളുടെ വിശേഷമെന്ന് ഖബർസ്ഥാനിൽ ചെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. മറുപടി ഒന്നും പറയുന്നില്ല, മറുപടി പറയാൻ അവർക്കൊട്ട് കഴിയുന്നും ഇല്ല. ആ സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവർ കേൾക്കുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, എന്നാൽ അൽ ഖബറു ഇൻദനാ, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങളുടെ വാർത്ത എന്ത് എന്ന് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ വിശേഷം ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ പോയതിനു ശേഷം ഇന്ന അംവാലക്കും ഖദ് ഖുസിമത്, ഒരായുസ് മുഴുവൻ ഓടി നടന്ന് കട്ടപ്പെട്ട് ചോര നീരാക്കി നീ ഉണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, നീ വാങ്ങിയ എസ്റ്റേറ്റുകളും പാടവും പറമ്പും ഉണ്ടല്ലോ, നിന്റെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, സർവ്വതും ഖദ് ഖുസിമത്, അടിച്ചും വിളിച്ചും ബഹളം വെച്ചും കേസ് കൊടുത്തും അത്
അത് മുഴുവനും കൃത്യമായി ഞങ്ങൾ വീതിച്ചെടുത്തു. ഞങ്ങൾ ആളുകൾ അത് മുഴുവനും വീതിച്ചെടുത്തിട്ടുണ്ട്. അനന്തരാവകാശികൾ മുഴുവനും ഞങ്ങൾ വീതിച്ചെടുത്തു. പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നീ പോയതിന്റെ കുറവൊന്നും ഇവിടെയില്ല. അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് അധ്വാനിച്ച് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട ലോൺ എടുത്ത് പലിശ അടച്ച് ഒരുപാട് അധ്വാനിച്ച് ഉണ്ടാക്കിയ നിന്റെ ഭവനമുണ്ടല്ലോ, നീ പോയതിന്റെ പേരിൽ ഒരു കുറവും അവിടെ സംഭവിച്ചിട്ടില്ല. നിന്റെ ബെഡ്റൂം പോലും ഒരു കുഴപ്പവുമില്ല. ആ പഴയ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അതേ നിന്റെ ബെഡ്റൂമിൽ പോലും മറ്റാളുകൾ സുഖമായി താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിന്നോടൊപ്പം നിന്റേത് മാത്രമെന്ന് പറഞ്ഞ് കൂടിയ ഇണയുണ്ടല്ലോ, അവരുടെ വിവാഹം കഴിഞ്ഞവരിതും ഇതാ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നുണ്ട്. അവരുടെ കാര്യവും ഹൈറിലാണ്, സന്തോഷത്തിലാണ്. നീ പോയതിന്റെ പേരിൽ സൂര്യദിക്കാതിരുന്നില്ല, നീ പോയതിന്റെ പേരിൽ സൂര്യനസ്തമിക്കാതിരുന്നില്ല, നീ പോയതിന്റെ പേരിൽ ഞങ്ങൾ അന്നം കഴിക്കാതിരുന്നില്ല, നീ പോയതിന്റെ പേരിൽ ഞങ്ങളുടെ കഞ്ഞുകുടി മുട്ടിപ്പോയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം വളരെ സുഖകരമാണ്, വളരെ ആനന്ദകരമാണ്. നിന്റെ അവസ്ഥ എന്തായിരുന്നാലും ഞങ്ങളുടെ കാര്യം വളരെ വിശേഷമാണെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഖബർസ്ഥാനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനു ശേഷം അദ്ദേഹം കരയുകയാണ്, അദ്ദേഹം നിലവിളിക്കുകയാണ്. എന്നിട്ട് കൂടെയുള്ള ആളുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് നാവ് ചലിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ മണ്ണറക്കൂട്ടിൽ നിന്നുകൊണ്ട് അവർ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, ഇന്ന ഖൈറസ് സാദ തഖ്വ, ഇന്ന ഖൈറസ് സാദ തഖ്വ, ഇന്ന ഖൈറസ് സാദ തഖ്വ. ഒരായുസ് മുഴുവൻ ഓടി നടന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ജീവിത പാഥേയങ്ങളിൽ ഏറ്റവും ഹൈറായത്, ഏറ്റവും ഉത്തമമായത്, ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടത് തഖ്വ. തഖ്വ മാത്രമാണ്, തഖ്വ മാത്രമാണ്, തഖ്വ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടപാടുകളിലും ഞങ്ങൾ നടന്ന നടവഴികളിലും ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലും ഞങ്ങളുടെ ഇബാദത്തുകളിലും ഞങ്ങളുടെ ഇടപെടലുകളിലും സർവ്വതിലും ഞങ്ങൾ സൂക്ഷിച്ച തഖ്വ എന്ന സംഗതി മാത്രമാണ് ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ, സമ്പാദിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരവിടെ വെച്ച് വിളിച്ചു പറയുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആ തഖ്വയാണ് നോമ്പ് നമുക്ക് സമ്മാനിച്ചത്. നോമ്പ് നോക്കാൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടി നോമ്പ് നോക്കൂ എന്നാണല്ലോ പറഞ്ഞത്. ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, നശിക്കാത്ത സമ്പാദ്യം, ഖബറിൽ കൂട്ടുകാരനാകുന്ന സമ്പാദ്യം, മഹ്ശറയിൽ നമ്മുടെ കൂടെ വരുന്ന സമ്പാദ്യം, നമുക്ക് സ്വർഗം നേടിത്തരുന്ന സമ്പാദ്യം, ശാശ്വതമായ സ്വർഗം വാങ്ങിത്തരുന്ന സമ്പാദ്യം, ആ തഖ്വയാണ് നോമ്പ് നമുക്ക് സമ്മാനിച്ചത്. നോമ്പ് പോകുമ്പോ ആ തഖ്വയും പോവുകയാണ് എങ്കിൽ നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങേറ്റം പരാജിതരായ തോറ്റുപോയ മനുഷ്യരായി അധപ്പതിച്ചു പോകും. അല്ലാഹു നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പുണ്യമാസത്തിന്റെ എല്ലാ നന്മകളും തുടർത്തണം. ഖുർആൻ പാരായണം, ഖുർആനുമായുള്ള ബന്ധം വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഖുർആനെ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ എന്ത് എന്ന് പലപ്പോഴും നമുക്കറിയില്ല. അതിന്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാത്ത പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാക്കണം, ഖുർആൻ എന്താന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമെങ്കിൽ മധ്യ കേരളത്തിൽ വലിയ ഒരു സ്ഥാപനം ഉയരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 വർഷത്തിനുള്ളിൽ അതിന്റെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ 4 മറിയലുകൾ, വിശുദ്ധ ഖുർആനിന്റെ 4 മറിച്ചിൽ മറിയണം യഥാർത്ഥത്തിൽ ഖുർആനിൽ മാഹിറാകാൻ. ഒരു മറി പോലും മറിഞ്ഞിട്ടില്ല, പരിസരത്ത് പോലും എത്തിയിട്ടില്ലാത്ത ആളുകളാണ് ഖുർആൻ എന്ന് കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 4 മറിയലുകൾ, ആ മറിയലുകളിലൂടെ വിശുദ്ധ ഖുർആനിൽ മാഹിറാകുന്ന, അതിനുള്ള സൗകര്യമൊരുക്കുന്ന 1000-ഓളം ആളുകൾ ഒരേ സമയത്ത് ഖുർആൻ ഓതി പഠിച്ച് ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇടപഴകി ജീവിക്കുന്ന ഖുർആൻ സിറ്റി എന്ന പേരിൽ വലിയൊരു സംവിധാനം ഇൻഷാ അല്ലാഹ് മധ്യ കേരളത്തിൽ രൂപപ്പെടുന്നതിന്റെ വർക്കിലാണ്. അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഈ പരിശുദ്ധമായ റമദാനിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് മുമ്പ് തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നീട്ടി അതിന്റെ ചെറിയ പേപ്പർ വർക്കുകളൊക്കെ നീട്ടി റമദാനിന്റെ 17-നാണ് ആ പരിപാടി. അതിന് തുടക്കം കുറിക്കാൻ, അവിടെ വരുന്ന വലിയൊരു ഗ്രാൻഡ് മോസ്കിന് തുടക്കം കുറിക്കാനുള്ള തൗഫീഖ് കിട്ടിയത്. അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദുആ ഉണ്ടാകണം,
പ്രാർത്ഥനയുണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ മാധുര്യമെന്ത് എന്നറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും അത് നമ്മുടെ മക്കൾക്ക് കിട്ടാനും അടുത്ത തലമുറക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും അറിയുന്ന ഖുർആൻ എന്ത് എന്ന് 24 മണിക്കൂറും മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ എക്സിബിഷൻ സെന്ററുകൾ അടക്കമുള്ള വിപുലമായ ഒരു പദ്ധതിയാണ് മധ്യ കേരളത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമെങ്കിൽ അവിടെ ഉയർന്നു വരുന്നത്. അവിടെ പണിയെടുക്കുന്ന മനുഷ്യരോട് ഞാൻ പറഞ്ഞു, എഞ്ചിനീയറായി വന്ന ആളുകളോടും പറഞ്ഞു, പണി കഴിഞ്ഞാൽ കുളിച്ച് മരിച്ചോണം, പോയിക്കോണം. ആ നിയ്യത്തിലെ പണിയെടുക്കാവൂ. ഇതൊരു അള്ളാഹ് കുളിപ്പിക്കുന്ന ഏർപ്പാടാക്കി കണ്ടിട്ടേ പണിയെടുക്കാവൂ എഞ്ചിനീയറോട് പറഞ്ഞു. ആ മനുഷ്യൻ അതിനുശേഷം അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അത് എനിക്ക് മനസ്സിലായി മൗലവി. അദ്ദേഹം ഒരു മുജാഹിദോ അല്ലെങ്കിൽ സലഫിയോ ഒന്നുമല്ല, പണിക്ക് വന്ന ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്, ഇത് പണി കഴിഞ്ഞാൽ വേഗം പോയിക്കോ, പിന്നെ ദുനിയാവിൽ ഈ അഴുക്കിൽ യുദ്ധമൊക്കെ വരികയാണ്, ദജ്ജാലൊക്കെ പുറപ്പെടാൻ പോവാണ്, അതുകൊണ്ട് വല്ലാതെ ഇവിടെ നശിച്ച് നിൽക്കണ്ട, അമല് ചെയ്ത് സൽക്കർമ്മം ചെയ്ത് പോയിക്കോ എന്ന് പറഞ്ഞ ആ നിയ്യത്തിലാണ് ഓരോ മനുഷ്യരും അതിന്റെ പിന്നിൽ പണിയെടുക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അറിയണം, പഠിക്കണം. ഈ റമദാൻ തന്നെയും ആദരിക്കപ്പെട്ടത് ഖുർആനിന്റെ പേരിലാണ്. ലൈലത്തുൽ ഖദർ ആദരിക്കപ്പെട്ടത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി. ആ അനുഗ്രഹീതമായ രാത്രി എന്തുകൊണ്ടാണ് ബറക്കത്തുള്ള രാത്രിയായത്? വിശുദ്ധ ഖുർആനിന്റെ പേരിലാണ്. ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായത്? ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. അത് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ്. മൂസാ നബിയുടെ കയ്യിലുള്ള വടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ വിടുവോ? മൂസാ നബി ഉപയോഗിച്ച വടി കിട്ടിയാൽ വിടുവോ? കാര്യം അത് മുഅ്ജിസത്ത് കാണിച്ച വടിയാണ്. ആ വടി കിട്ടാത്തത് കൊണ്ട് വ്യാജ വടികൾ കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടിനി. മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന യഥാർത്ഥ വടി നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അത് അവഗണിച്ചു കളയുമോ? ഒരിക്കലുമില്ല. എന്തേ? കാരണം ആ വടി കൊണ്ടാണ് മൂസാ നബി കടലടിച്ചത്. അപ്പോഴാണ് മുഅ്ജിസത്ത് സംഭവിച്ചത്. ആ വടി കൊണ്ടാണ് മഹാനായ മൂസാ അലൈഹിസ്സലാം പാറയിലടിച്ചത്. അപ്പോഴാണ് 12 ഉറവകൾ പുറത്തേക്ക് വന്നത്. ആ രൂപത്തിൽ മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന മുഅ്ജിസത്തിന്റെ വടിയാണെങ്കിൽ ഹബീബുൽ വറാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ വടിയല്ല, മുഅ്ജിസത്താണ് ഖുർആൻ. മുഅ്ജിസത്തിന്റെ വടിയല്ല, മുഅ്ജിസത്താണ് ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ ദലീലാണ് ഖുർആൻ, മുഅ്ജിസത്താണ് ഖുർആൻ. ആ ഖുർആനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ തന്നത്. അതുകൊണ്ട് ഖുർആൻ താഴെ വെച്ച് ഇറങ്ങി പോകരുത്. ആ ഖുർആനുമായി നിരന്തരമായ ബന്ധം വേണം. വിശുദ്ധ ഖുർആനെ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഖുർആൻ ഇങ്ങോട്ട് സ്നേഹിക്കുമെന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ബറക്കത്തിന്റെ ഗ്രന്ഥമാണ്, അത് മുബാറക്കാണെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോ ആ ഖുർആനുള്ള വീട് ബറക്കത്തുള്ള വീടാണ്. ഖുർആനുള്ള വ്യക്തി ബറക്കത്തുള്ള വ്യക്തിയാണ്. ഖുർആനുള്ള ഇടങ്ങൾ ബറക്കത്തുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം. നോമ്പ്, ഐച്ഛികമായ നോമ്പുകൾ ധാരാളമുണ്ട്. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അയ്യാമുൽ ബീളിന്റെ നോമ്പുകളുണ്ട്, തുടരണം. ശവ്വാലിന്റെ നോമ്പുണ്ട്, തുടരണം. ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം തരുന്ന ശവ്വാലിന്റെ 6 നോമ്പുകൾ തുടരണം. അതുപോലെ തന്നെ അയ്യാമുൽ ബീളിൽ നോമ്പ് നോക്കണം, തിങ്കളാഴ്ച നോമ്പ് നോക്കണം, വ്യാഴാഴ്ച നോമ്പ് നോക്കണം. ഐച്ഛികമായ നോമ്പുകൾ, സുന്നത്തായ നോമ്പുകൾ കൊണ്ടുപോകണം. മുഹറത്തിന്റെ നോമ്പ്, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന നോമ്പുകൾ തുടരണം. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ടാകണം. കാരണം 70,000 കൊല്ലമാണ് നോമ്പ് നോറ്റവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടുക എന്നാണ്. മനസ്സിലാക്കണം. 70,000 കൊല്ലത്തെ വഴിദൂരം അകറ്റിക്കളയും ാണ് നോമ്പുകാരനും നരകവുമായി അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും നോമ്പുകാരനെ നരകത്തിൽ നിന്നാണ്. എങ്കിൽ ആ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയുണ്ടാകണം. സദഖകൾ ഉണ്ടാകണം, ധാരാളം സദഖയുണ്ടാകണം. സദഖ ചെയ്യുക എന്നുള്ളത് സിദ്ഖിന്റെ ഭാഗമാണ്. അത് റമദാനിൽ മാത്രമുള്ളതല്ല, നേരെ മറിച്ച് സദഖകൾ നിരന്തരമായി ചെയ്യണം. സക്കാത്ത് ഉണ്ടാകണം, സക്കാത്തിന്റെ സിസ്റ്റം ഉണ്ടാകണം. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരുണ്ടാകണം. സക്കാത്ത് എന്ത് എന്ന് സമൂഹത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കണം. ആ സക്കാത്തും സദഖയും തുടരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ അടയാളമായി, അവന്റെ പ്രത്യേകതയായി പറഞ്ഞതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. റബ്ബ് കൊടുത്തതിൽ നിന്ന്, അല്ലാഹു നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, ഒരു വേള അല്ലാഹു ഇത്രത്തോളം പറഞ്ഞു, ഇന്നല്ലാഹ അഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. പകരം സ്വർഗം കൊടുക്കാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ മുഅ്മിനുകളായ ആളുകളുടെ സമ്പത്തും ശരീരവും അല്ലാഹു വിലക്കെടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്.
അപ്പോൾ ആ സദഖകൾ, അതുപോലെ തന്നെ നമ്മുടെ നാവിനെ റമദാനിൽ നമ്മൾ സൂക്ഷിച്ചു, അതിന് തുടരണം. ആ സംസ്കരണം നമ്മൾ കുളിച്ചതിനു ശേഷം, വൃത്തിയായതിനു ശേഷം വീണ്ടും അഴുക്കിലേക്ക് തിരിച്ചു പോകാതെ അവശേഷിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ തൗബ ചെയ്ത് അല്ലാഹുവിനോട് കൂടുതൽ കൂടുതൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണം. ഒന്നുമില്ലാത്തവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് മാത്രം സ്വർഗം കിട്ടേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് റബ്ബിനോട് ആ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരു സമ്പത്തും ഇല്ലാത്തവരാണ് നമ്മളൊന്ന് സ്വന്തം നമ്മെ സംബന്ധിച്ചൊന്ന് പഠിച്ചാൽ, അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തമായി ഒന്ന് നിരൂപണം ചെയ്താൽ ഒന്നുമില്ല, ഒരു സമ്പത്തുമില്ല, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല, ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ കൊതിക്കുന്നത് വലിയ സംഗതികളാണ്. വലിയ സംഗതി എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തരാൻ ഒരുക്കവുമാണ്. നമുക്ക് വേണ്ടി തരാൻ ഒരുക്കമാണ്. മഹാപാപികളോട് പോലും അല്ലാഹു പറഞ്ഞത്, അള്ളാഹു വിളിച്ചു പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകണ്ട എന്നാണ്. റബ്ബിന്റെ കാര്യത്തിൽ നിരാശ വേണ്ട. ചോദിക്കാം അള്ളാഹുവിനോട്. നമുക്ക് ചോദിക്കാനും അറിയില്ല, അതാണ് രസം. റബ്ബിനോട് ചോദിക്കാൻ അറിഞ്ഞൂടാ. സുലൈമാൻ നബി ചോദിച്ചത് എന്താ ചോദിച്ചത്? ചെറുതല്ല. നമ്മൾ ആകെ റബ്ബിനോട് മുട്ടുവേദന, ഊരവേദന, നടുവേദന, സന്ധിവേദന, ഇങ്ങനെ വളരെ ചെറിയ കാര്യം റബ്ബിനോട് ചോദിക്കുക പോലും. അള്ളാഹുവിനോടും സുലൈമാൻ നബി ചോദിച്ചു, ലോകത്താർക്കും കിട്ടാത്ത അധികാരം അള്ളാഹു എനിക്ക് നീ തരണേ എന്നാണ്. കാര്യം സുലൈമാൻ നബിക്കറിയാൻ ചോദിക്കുന്ന ആൾ വലിയ ആളാണ്. വലിയ ആളോട് ചോദിക്കുമ്പോ വലുത് ചോദിക്കണം. അത്ര ഈമാനുള്ളവൻ അത് ചോദിക്കുള്ളൂ. സുലൈമാൻ നബി ചോദിച്ചു, ലോകത്താർക്ക് കിട്ടാത്ത അധികാരം എനിക്ക് തരണേ അല്ലാഹ്. കൊടുത്തില്ലേ? കൊടുത്തു. ചോദിച്ചു വാങ്ങിയതാ. ചോദിക്കാൻ പഠിക്കണം ആദ്യം. റബ്ബിനോട് എന്താ ചോദിക്കേണ്ടത് എന്നറിയണം, മനസ്സിലാക്കണം. നമുക്ക് വേണ്ടത് റബ്ബിനോട് ചോദിക്കണം. ഈ സന്ദർഭത്തിൽ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ബഹുമാനായ അബൂബക്കർ മൗലവി കായക്കൊടിയുടെ ഉപ്പ, ഹനീഫ് കായക്കൊടി ഉപ്പ മരിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റധികം നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഈ രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ വരികളാണ്, വാചകങ്ങളാണ്. പല മുൻഗാമികളും അത് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. 2 കൈയും പിടിച്ചിട്ട് ബഹുമാനായ അബൂബക്കർ മൗലവി ആ അവസാന നിമിഷങ്ങളിൽ പറയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, നിന്റെ ഫിർദൗസിന് ഞാൻ അർഹനല്ല അല്ലാഹ്. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാൻ അർഹനല്ല അല്ലാഹ്. എന്നാൽ നിന്റെ കത്തിയാളുന്ന നരകം താങ്ങാനുള്ള താഖത്തില്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജഹീം താങ്ങാനുള്ള കഴിവില്ല അല്ലാഹ്. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. അല്ലാഹുവേ, അതേ ഏറ്റവും വലിയ പാപങ്ങളുണ്ടല്ലോ, വൻ പാപങ്ങൾ പോലും പുറത്തു തരുന്ന ഗഫൂറാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഫഹബിലി തൗബത, അല്ലാഹുവേ എനിക്ക് നീ തൗബ തരണേ അല്ലാഹ്. അല്ലാഹുവേ, എനിക്ക് നീ തൗബ തരണേ അല്ലാഹ്, പശ്ചാത്താപം തരണേ അല്ലാഹ്. വഗ്ഫിർ ദുനൂബി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ അങ്ങേറ്റം വലിയ പാപങ്ങൾ പോലും പൊറുക്കുന്ന ഗഫൂറാണല്ലോ അല്ലാഹ്. ഈ നിലയിൽ അല്ലാഹുവിനോട് ധാരാളം ചോദിച്ച് മനസ്സിൽ ബാധിച്ച കറകളെ കഴുകി അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടി അല്ലാഹുവിനോട് തൗബ ചെയ്ത് പാദരാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചിരുന്ന് ഇഅ്തികാഫിരിക്കുന്ന അവസരങ്ങളിൽ, അതല്ല വീടുകളിലാണെങ്കിൽ എവിടെയാണെങ്കിലും അല്ലാഹുവിനോട് ധാരാളം ചോദിച്ച് മഗ്ഫിറത്തും അഫ്വും നേടാൻ കഴിഞ്ഞാലേ ഈ റമദാൻ നമുക്ക് ഉപകരിക്കൂ. അതല്ലെങ്കിൽ റമദാൻ നമുക്കെതിരായി റബ്ബിന്റെ മുന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ, എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞാൻ പേരെടുത്തു പറഞ്ഞ ബഹുമാനനായ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച അബൂബക്കർ മൗലവി അടക്കം നമ്മുടെ
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൈപിടിച്ച്, ഞങ്ങളുടെ മക്കളുടെ കൈപിടിച്ച്, ബന്ധുജനങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ഇണകളുടെ കൈപിടിച്ച് അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെത്താൻ, നിന്റെ സ്വർഗീയാരാമത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം കുറവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉള്ള ആളുകളാണ് റബ്ബേ ഞങ്ങൾ. അല്ലാഹുവേ, നിന്നോട് സ്വർഗം ചോദിക്കാൻ അവകാശമില്ലാത്തവരാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും ഓരോ ദിവസവും 24,000 വട്ടം ഞങ്ങൾക്ക് ആവശ്യമായ ശ്വാസം വലിക്കാൻ അവസരം തന്നവനാണു നീ. ഒരു പകലിൽ അതേ 12,000 വട്ടം ശ്വാസം വലിക്കാനുള്ള ശ്വാസവും സംവിധാനവും ഒരുക്കി തന്നവനാണ് അല്ലാഹ് നീ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഞങ്ങൾ അർഹരല്ലല്ലോ, ഞങ്ങളതിന് അർഹരല്ലല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഒരു ശ്വാസത്തിന് ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ലല്ലോ അല്ലാഹ്, ഒരു ശ്വാസത്തിന് ഞങ്ങൾ ഹംദ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലാഹ്. അത്രയും അതേ പാപികളായി പോയ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ അരുതായ്മകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് തരണേ അല്ലാഹ്, മർഹമത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, അഫ്വ് തരണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായി ഖബറിൽ കഴിയാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മരേഖ എല്ലീനിൽ അത്യുന്നതമായ സ്ഥാനത്ത് രേഖപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, 7 ആകാശങ്ങൾ താണ്ടിക്കിടക്കുന്ന റൂഹുകളിൽ ഞങ്ങളുടെ റൂഹിനെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്, കടമില്ലാത്തവരായി മരിപ്പിക്കണേ അല്ലാഹ്. രോഗം ഒരുപാട് അലട്ടുന്നവരുണ്ട് അല്ലാഹുവേ, നിന്റെ ഇബാദത്തിന് തടസ്സമാകുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ മറച്ചു കളയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഖൽബും അതുപോലെ തന്നെ ഞങ്ങളുടെ ജസദും ഒരുപോലെ ശുദ്ധമാക്കണേ അല്ലാഹ്. റബ്ബേ, ശുക്ർ ചെയ്യാനുള്ള മനസ്സ്, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇടപാടുകളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ സ്വലാഹിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പരമ്പരകളിൽ നീ ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നീ പരിഗണിക്കുന്നവരിൽ, നീ പ്രത്യേകം പ്രകാശം നൽകി ആദരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ലോകം അശാന്തിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തെ മാടികൾ, ലോക മനുഷ്യന്റെ ജീവിതം, ലോകത്തെ സാധുക്കളായ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാകുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവേ, നിരവധി അനവധി ആളുകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. അന്നം തേടിപ്പോയവരാണ് അല്ലാഹ്, കുടുംബം പോറ്റാൻ പോയവരാണ് അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വേണ്ടി തന്റെ നാടൊരുക്കി വെച്ചവരെയും അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹറമിന്റെ നാടിനെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനിയും ഉംറ സ്വസ്ഥമായി ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മസ്ജിദുൻ നബവി സന്ദർശിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ തീരുമാനം, നിന്റെ ഖലാ അത് സംഭവിക്കാനുള്ളതാണ്. പക്ഷേ അല്ലാഹുവേ, നിന്റെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ഞങ്ങളുടെ ആഖിറവും ഒരുപോലെ ഖൈറാകുന്ന രൂപത്തിൽ റബ്ബേ നിന്റെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.